പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും ഒരു മാസത്തിന്റെ ആരംഭ ദിവസം നമുക്ക് ശനിയാഴ്ച പകൽക്കാലമായി കിട്ടി നമുക്ക് ദിവസം ഇരിക്കാൻ തക്കണം ദൈവം. ഈ വർഷം ഒത്തിരി സാറ്റർഡേസ് ഉണ്ടായിരുന്നല്ലോ. ഒന്നാം തീയതി ദിവസം നമ്മള് മിക്കവാറും സാറ്റർഡേസ് വന്നിട്ടുണ്ടെന്ന് ഓർമ്മയുണ്ട്. ഹാലേലൂയ. കാരണം ആ ഓൾ നൈറ്റ് പ്രേയറിന് പോകുന്ന സമയത്തൊക്കെ അവിടെ തന്നെ ഇരുന്നിട്ടാണ് ഞാൻ മിക്കവാറും വചനം പറഞ്ഞിട്ടുള്ളതെന്ന് എനിക്ക് ആമേൻ. 2 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായത്തിന്റെ 8-ാം വാക്യമാണ്. വലിയ ലോങ് മെസ്സേജ് നല്ല ചെറിയ മെസ്സേജിലാണ് നിർത്താൻ പോകുന്നത്. ഹല്ലേലൂയ. ആ, വായിക്കാം. 2 കൊരിന്ത്യർ, 2 കൊരിന്ത്യർ ചാപ്റ്റർ 9 വേഴ്സ് 8. തരമസ്റ്റർ മ്യൂട്ടാണ്, അൺമ്യൂട്ടഡ് വായിക്കും. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ വായിക്കുമ്പം നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങൾ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാക്കും. കുറെ സകല പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അമ്മയുടെ ദൈവം ശക്തനാകുന്നു. ഹല്ലേലൂയ. അമ്മ ഇംഗ്ലീഷ് നമ്മൾ ഗോഡ് ഈസ് ഏബിൾ ടു മേക്ക് ഓൾ ഗ്രേസ് അബൌട്ട് യു സോ ദാറ്റ് in all things at all times having all sufficiency in all things you may abound in a very good work. Hallelujah. I mean, ഇവിടെ എല്ലാ കാര്യങ്ങളും all things all എന്ന് കുറെ പ്രാവശ്യം. അപ്പം ഇത് ആര് ശക്തനാകുമെന്ന് ചോദിച്ചാൽ ഇതെല്ലാം ചെയ്യാൻ ദൈവം ശക്തനാകുമെന്ന് പറഞ്ഞേക്കും. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒരു ഡിവൈൻ പ്രൊവിഷനെ കുറിച്ച് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പം സ്വർഗത്തിന്റെ ഒരു പ്രൊവിഷൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു പ്രൊവിഷൻ ഹല്ലേലൂയ അതിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ എല്ലാം സകലം. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇപ്പൊ ഞാനോട് സംസാരിക്കുന്ന പലരും ഇപ്പം നമ്മുടെ പോലീസിലേക്ക് മാറിയിട്ടപ്പോൾ ഇപ്പൊ ടെൻഷനില്ല ആന്റി. ഇന്നലെ നമ്മുടെ പൊന്നിലുള്ളൊരു കൊച്ചു വിളിച്ച പറഞ്ഞ ആന്റി ഇപ്പൊ എനിക്ക് ടെൻഷനില്ല. ആന്റി പറഞ്ഞ മെത്തേഡ് ഞാൻ അങ്ങ് അപ്ലൈ ചെയ്തു. കാരണം ദൈവം സകലും ദൈവം പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ ദൈവം അറിയാൻ ഒന്നും നടക്കത്തില്ലെങ്കിൽ എല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ. പിന്നെ ഞാൻ ടെൻഷൻ അടിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ചിന്ത മണ്ഡലം ഒന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ പിശാച് അല്ലെ നമ്മളുടെ ജീവിതത്തിലുള്ള പിടുത്തം പലതും വിടുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. നമ്മളതിനെ കുറിച്ച് ആലോചിച്ചു കൊച്ചുങ്ങളുടെ ഫീസ് എങ്ങനെ കൊടുക്കും എന്നൊക്കെ വിചാരിച്ച് ആലോചിച്ച് തല പോയിരിക്കുകയാണെങ്കിൽ അതുമേ പിടിച്ചോണ്ടേയിരിക്കും. അതേസമയത്ത് ഹല്ലേലൂയ നമ്മുടെ കയ്യിൽ 1 രൂപ പോലും ഇല്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒരു കാര്യം ഒന്നും ഇല്ലാത്തപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയുമെങ്കിൽ കാരണം എൻ്റെ ദൈവം അറിയാണ്ട് ഞാൻ പറഞ്ഞ വിശ്വാസത്തിൽ ജീവിതത്തിലേക്ക് കടന്നു വന്ന ദൈവം ആദ്യം ഇടപെട്ട വചനമായ പോലെ തലയിലത്തെ മുടിയുണ്ടെന്ന് ഹല്ലേലൂയ എണ്ണിയിരിക്കുന്നവൻ അറിയാതെ അതിലൊന്ന് താഴെ വീഴത്തില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമ്പോഴും ദൈവം അറിയാണ്ടല്ല സംഭവിക്കുന്ന ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ വന്നാണ്. അത് ഇവിടെ പറഞ്ഞേക്കുന്ന വെച്ചാൽ നിങ്ങൾ സകലത്തിൽ എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി. അപ്പൊ നമ്മൾ എല്ലായിടത്തും എപ്പോഴും പൂർണ്ണ തൃപ്തിയോടായിരിക്കണം. പക്ഷെ നമ്മളൊക്കെ ജീവിതത്തിൽ നടക്കാത്ത കാര്യം അത് തന്നെയാണ്. ഒരിടത്ത് പോലും മനുഷ്യൻ തൃപ്തനാകത്തില്ല. എക്കണോമിക്സ് പഠിച്ചിറങ്ങിയാൽ പലപ്പോഴും എനിക്കിപ്പോഴും നല്ല ഓർമ്മയാണ്. ഞങ്ങൾ പഠിപ്പിച്ച സാറ് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഹല്ലേലൂയ നീഡ്സ് ആർ ലിമിറ്റഡ് എന്ന് പറയുമ്പോൾ എവിടെ സാറ്റിസ്ഫൈങ് ആർ ലിമിറ്റഡ് എന്നാണ് പറയുന്നത്. നമ്മളെ സംതൃപ്തിപ്പെടുത്തുന്ന ലിമിറ്റ്. അന്ന് സാറ് പറഞ്ഞ എക്സാമ്പിൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയാണ്. നമുക്ക് 100 ആവശ്യങ്ങളുണ്ടെങ്കിൽ ഈ 100 ആവശ്യങ്ങൾ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ പിന്നെ ആവശ്യം 99 ആകത്തില്ല. അവിടെ 100 തന്നെയായിരിക്കും. അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ കുഞ്ഞൊക്കെ ആയിരിക്കും ഒരു കമ്മൽ കിട്ടണമെന്ന് പ്രാർത്ഥിക്കും, ആഗ്രഹിക്കും. കമ്മൽ പ്രാർത്ഥിക്കല്ല എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കും. കമ്മൽ കിട്ടിക്കഴിയുമ്പോൾ മാല വേണം, മാല കിട്ടാൻ വള വേണം, മോതിരം വേണം. ഇങ്ങനെ എല്ലാം ആയി കഴിയുമ്പോൾ ഈ മാല ഇച്ചിരി വലുതായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഡ്രസ്സാണെങ്കിൽ ഹല്ലേലൂയ എന്ത് കാര്യം എടുത്തു നോക്കട്ടെ നമുക്ക് 2 ചുരിദാർ കിട്ടിയ കൊള്ളായിരുന്നൊക്കെ പറഞ്ഞിരിക്കും. 2 കിട്ടുമ്പോഴോ അത് കിട്ടിയ കൊള്ളാറ്, ഇത് കിട്ടിയ കൊള്ളാറ്. എപ്പോഴും നമ്മുടെ ആവശ്യം 100-ൽ 100 തന്നെ. അത് ഒരിക്കലും 99-ലേക്ക് വരുത്തില്ല. അതാണ് മനുഷ്യൻ. ആഗ്രഹിച്ചു നോക്കുന്നു. എന്തിനാണ്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു തലമുറ കിട്ടണമെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. പിന്നെ
അതിന്റെ മേന്മേൽ ആവശ്യങ്ങൾ ഇങ്ങനെ ആ തലമുറയെ കുറിച്ചുള്ള ആവശ്യങ്ങൾ ഇവനിങ്ങനെ നിരന്നു വരും. ഹല്ലേലൂയ. അപ്പം എല്ലാ മനുഷ്യരും. പക്ഷെ ഇവിടെ ഇവിടെ കർത്താവിന്റെ വചനം പറയുന്നത് നിങ്ങൾ സകലത്തിൽ എപ്പോഴും പൂർണ്ണ തൃപ്തി ഉള്ളവരാണ്. ദൈവത്തിന്റെ വചനം അറിയുന്നവർക്ക് മാത്രമേ എന്തെങ്കിലും ജീവിതത്തിൽ തൃപ്തരായിരിക്കാൻ പറ്റത്തുള്ളൂ. അതിന് പൗലോസ് പറഞ്ഞേക്കുന്ന ഫിലിപ്പി ലേഖനത്തിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്കറിയാം. ആ ഭാഗം ഒന്ന് എടുക്കുവോ? 4 ഫിലിപ്പി ലേഖനം. ഞാൻ എടുത്തു വെച്ചിട്ടില്ല, എനിക്ക് പെട്ടെന്ന് വന്നപ്പോ 4 തോന്നുന്നു. 4:10 തുടങ്ങിയിട്ട് വായിച്ചു. 10, 11, 11, 12, 13. നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങിയതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു. മുമ്പേ തന്നെ നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നു, എങ്കിലും അവസരം കിട്ടിയില്ല. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്. ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. ഇവിടെ പറയുന്നേ ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥ അലംഭാവത്തോട് ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഏതവസ്ഥയിലാണെങ്കിലും അതിന് മൈൻഡ് ചെയ്യാതെ, വ്യാകുലപ്പെടാതെ അതിനെക്കുറിച്ച് ഹല്ലേലൂയ ചിന്തിച്ച് ഇപ്പൊ നമ്മുടെയൊക്കെ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം ചിന്തയാണ്. അവന്റെ ജീവിതത്തിൽ ഒരു വിഷയം ഇങ്ങനെ മുമ്പിലോട്ട് വരുമ്പോ തന്നെ ചിന്ത തുടങ്ങും. എന്ത് ചെയ്യും. പണ്ടൊക്കെ ഞാൻ അങ്ങനെ തന്നെയാണ്. ഞാനൊക്കെ എന്ന് വെച്ചാൽ കയ്യിൽ പേഴ്സിൽ നിറച്ച് പൈസ ഇല്ലെങ്കിൽ പുറത്തോട്ട് ഇറങ്ങാൻ തന്നെ മടിയാണ്. നമ്മുടെ പേഴ്സിൽ പൈസ ഇല്ല, അക്കൗണ്ടിൽ പൈസ ഇല്ലെങ്കിൽ ഒന്നും പ്രസാദം ചിരിക്കത്തെ പോലും ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇറിറ്റേഷൻ ആണ്. ഇപ്പൊ അതേ സമയത്ത് ഒരു പൈസ പോലും ഇല്ലെങ്കിലും ഹാപ്പിയാ. പേഴ്സ് കാലിയാണ് ഹാപ്പിയാ. കാരണം എന്റെ ദൈവം പല അത്ഭുതങ്ങളും ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ പൈസ ഇല്ലാതിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ജോലി കിട്ടിയിട്ട് ജോലിക്ക് പോകുമ്പോൾ വിജയ സിസ്റ്റർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത് ആ കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മുടെ അജ്മാനിലല്ല, ഹമരിയ പോർട്ടിനടുത്താണ് നിൽക്കുന്നത്. അപ്പൊ ഞാൻ അന്ന് അനിയത്തിനടുത്ത് അൽക്കൂസിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ആ അൽക്കൂസിൽ നിന്ന് ട്രാവല് ഹമരിയ പോർട്ട് വരണമെങ്കിൽ നല്ല പെട്രോൾ വേണം. ഞാൻ ദിവസം 6 പെൻസൊക്കെ കയ്യിലിരിക്കും. പക്ഷെ എടുത്ത് മാറ്റി പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ വണ്ടി ഇങ്ങനെ അറ്റത്ത് ഇങ്ങനെ നിൽക്കുക, റിസർവിന്റെ അറ്റത്ത്. ഞാൻ അപ്പൊ എൻ്റെ കയ്യിൽ കാശില്ല പെട്രോൾ അടിക്കാണ്ടെങ്കിൽ ഓഫീസിൽ പോയി അവിടെ നിന്ന് കാശ് വാങ്ങിച്ച് തിരിച്ചു വരാൻ പെട്രോൾ അടിക്കാൻ പാടുള്ളൂ. ഞാൻ അതിന്റെ കൈവച്ചൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, കർത്താവേ ഈ പെട്രോൾ ഈ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കണം. എൻ്റെ കയ്യിൽ ഈ കാശ് കിട്ടി അടുത്ത പമ്പിൽ കയറി പെട്രോൾ അടിക്കാൻ മതി. അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് അവിടെ പോയി ഓഫീസിൽ നിന്ന് ഇറങ്ങി വൈകിട്ട് പൈസ എടുത്ത് തിരിച്ച് നമ്മളെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിലെ ഹല്ലേലൂയ ഷാർജ എത്താറാകുമ്പോൾ റൈറ്റ് സൈഡിൽ പമ്പുണ്ട്. അവിടെ വരെ എത്തും വരെ ആ പെട്രോൾ അതേപോലെ നിന്നു. കാരണം വെച്ചാ നമ്മുടെ സ്വർഗത്തിലെ ദൈവം അങ്ങനെയാണ്. നിന്റെ കയ്യിൽ എന്തോ ഉണ്ട്, നീ ദൈവത്തിന്റെ അടുത്തേക്ക് കൊടുക്കും. ഹല്ലേലൂയ. മറ്റൊരിക്കൽ ഇതുപോലെ ടയർ പഞ്ചറായെന്ന് നമുക്കറിയാം. അതിനകത്ത് വരുന്ന ഇൻഡിക്കേഷൻ കൃത്യമാണ് ടയർ. ഹല്ലേലൂയ. അപ്പൊ ഞാൻ വണ്ടി ഓടിച്ചു വരുന്ന സമയത്ത് അതും ഇതുപോലെ റോഡിൽ വെച്ചിട്ട് ടയർ പഞ്ചറായെന്നുള്ള സിഗ്നൽ എനിക്ക് കാണാം വണ്ടിയിൽ. അപ്പൊ ഞാൻ കർത്താവ് വെച്ചിട്ട് കാശ് കയ്യിൽ ഇരിപ്പുണ്ട്, അത് വേറെ ആവശ്യത്തിന് വെച്ചപ്പോ ഒരു ടയർ 500 ദിർഹംസ് പോയി കിട്ടി. ഇങ്ങനെ പറഞ്ഞ് വലിയ പ്രാർത്ഥി എന്റെ ഭാഷയെ പ്രാർത്ഥിച്ച് അടുത്ത സ്റ്റേഷനിലെത്തി ടയർ മാറാനായിട്ട് പറഞ്ഞ ചെറുക്കം വന്ന് നോക്കിയിട്ട് ടയർ ഒന്നും പഞ്ചറായിട്ടില്ല ചേച്ചി. ഞാൻ ചാടി ഇറങ്ങി നോക്കിയപ്പോ ശരിയാണ്. പക്ഷേ ആ പഞ്ചറായ ടയറിന് പഞ്ചറായെന്ന് എനിക്ക് വണ്ടി ഓടിക്കുന്നവർക്കറിയാം. ടയർ പഞ്ചറായാലും വണ്ടിയുടെ മൂവ്മെന്റ് അറിയാൻ പറ്റും. ഹാലേലിയ. ആ പഞ്ചറായ ടയറിന് ദൈവം എനിക്ക് പഞ്ചറ് മാറ്റി പിന്നെ മാസങ്ങളോളം ഓടിക്കാൻ തന്ന അത് വെച്ചാൽ നമ്മുടെ കയ്യിൽ എന്തുണ്ടെങ്കിലും നമ്മുടെ അവസ്ഥകളെ അറിയുന്നത്. പക്ഷെ ദൈവം അറിയുന്നതല്ലേ ദൈവം ചെയ്യത്തില്ലേ എന്നല്ല. നമ്മൾ അവിടെ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത്, നമ്മുടെ മനോഭാവം എന്താണ് എന്നുള്ളത് ദൈവത്തിന് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കാണാൻ വേണ്ടി ദൈവം മാത്രമല്ല, ഒരു വേറൊരു മേഖലയും നോക്കി നിൽപ്പുണ്ട്. പൈശാചിയമല്ല, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു വിഷയങ്ങൾ അവർ ഇട്ടു തരുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇതും കൊണ്ട് ഓടിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കോട്ടും വടക്കോട്ടും ഓടുന്ന കാണാൻ വേണ്ടി ഇട്ടു തരുന്നത്.
പക്ഷേല് ആ വിഷയമൊന്നും വിഷയമേ അല്ല എന്ന് പറഞ്ഞ് നമ്മൾ ഹല്ലേലൂയ എവിടെയെങ്കിലും അതിനെക്കുറിച്ച് മൈൻഡ് ചെയ്യാതെ ഉള്ള അവസ്ഥ അലംഭാവത്തോടെ ഇരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. അവിടെ പൗലോസ് അങ്ങനെ പറയുന്നത് ഹല്ലേലൂയ എന്നിട്ട് താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിരിപ്പാനും എനിക്കറിയാം. അവിടേക്ക് ഇരിക്കുമ്പോ എങ്ങനെയാന്നറിയാ, തൃപ്തരായിരിപ്പാനും. വീണ്ടും എടുത്തെഴുതിയേക്കുന്നത് താഴ്ചയിരിക്കാനും സമൃദ്ധി ഇരിക്കാനും അടുത്ത എഴുതിയിരിക്കും തൃപ്തനായിരിപ്പാൻ. ഇവിടെ നമ്മൾ വായിച്ച സകലത്തിലും നിങ്ങൾ സകലത്തിൽ എപ്പോഴും പൂർണ്ണ തൃപ്തി ഉള്ളവരാകണം. നമുക്ക് കിട്ടുന്നത് കൊണ്ട് നമ്മൾ തൃപ്തരായിരിക്കണം. മനുഷ്യന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഏറ്റവും തൃപ്തിയില്ലായ്മ ഏതും തോട്ടത്തിൽ അത് തന്നെയാണ് പറ്റിയത്. ദൈവം എന്താ പറഞ്ഞേ? എല്ലാം എടുത്തോ, എല്ലാം എല്ലാം, പക്ഷെ അത് മാത്രം. അപ്പൊ അത് മാത്രം നിങ്ങൾ കഴിക്കരുതെന്ന് പറഞ്ഞപ്പം എവിടെയാ അവൻ തൊട്ടത്? പിശാച് വന്നിട്ട് ഹല്ലേലൂയ അതിനെ തന്നെ കാണിച്ചു. എല്ലാരും നമ്മളൊക്കെ എങ്ങനെയാ വീട്ടിൽ പണ്ടൊക്കെ, ഇപ്പോഴോ, പണ്ടൊക്കെ നമ്മള് എവിടെ നിന്നെല്ലാം വന്നൊരു പെട്ടിയോ ബോക്സോ കൊണ്ടുവച്ചിട്ട് ഇപ്പൊ തുറക്കല്ലേ, അല്ലെങ്കിൽ അതൊക്കെ വെച്ചേക്കണേ, അല്ലെങ്കിൽ അത് തൊടല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ അത് തുറന്ന് കാണാൻ നമുക്ക് തൃപ്തരായിരിക്കും പറ്റത്തില്ല. അങ്ങനെ ആയിരുന്നല്ലോ ഉണ്ട് അവിടെയൊക്കെ. നമ്മുടെ വീട്ടിലെ അമ്മയൊക്കെ അപ്പനും ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവച്ചിട്ട് അത് തൊടല്ലേ മക്കളെ, അല്ലെ എടുക്കല്ലേ എന്ന് പറഞ്ഞാ പോയി ചുരണ്ടി അത് കാണാതെ നമ്മൾ തൃപ്തരാകത്തില്ല. ഇത് തന്നെ അവിടെ സംഭവിച്ചത്. ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അവിടുന്ന് തിരിച്ച് ദൈവമക്കളെ ഹല്ലേലൂയ എന്താ പറയാ, തൃപ്തരായിരിക്കണമെന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നതാണ് പൗലോസ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ തൃപ്തി കളഞ്ഞ ആരാ? ഒരുത്തൻ വന്ന് കാണാൻ നല്ലതാ, തിന്മാൻ നല്ലതാ, ഭംഗിയുള്ളതാ എന്നൊക്കെ പറഞ്ഞപ്പം ഹല്ലേലൂയ കാണാൻ നല്ലതാ, ശരിയാ, സമ്മതിച്ചു. തിന്നാൻ നല്ലതാ, തിന്നു നോക്കാതെ അറിയത്തില്ലല്ലോ. ഹല്ലേലൂയ എന്നിട്ടും പറഞ്ഞു തിന്നാൻ നല്ലതാന്ന് പറഞ്ഞപ്പോൾ പോയി തിന്നു. ഒരു ഫ്രൂട്ട് നമ്മളിന്ന് കാണുന്ന ഡ്രാഗൺ ഫ്രൂട്ട് എത്രയൊക്കെ ഇഷ്ടമെന്ന് അറിയാം. കാണാൻ നല്ല ഭംഗിയാ അത് കാണാനായിട്ട്, പക്ഷേ തിന്നാൻ കൊള്ളത്തില്ല, എനിക്കിഷ്ടമല്ല. അല്ലേ? നമ്മൾ കാണുന്ന ഭംഗിയുള്ള ടേസ്റ്റ് തന്നെ ഉണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് കാണാൻ നല്ലതാണ്, തിന്മാനം നല്ലതാണെന്ന് പറയുന്നത്. പ്രലോഭിപ്പിക്കുക, അങ്ങനെയൊക്കെയാ പ്രലോഭിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ അതിലേക്ക് ബാക്കി എല്ലാം ഉണ്ടെന്നാ നമ്മൾ പറയാ, എനിക്കത് വേണ്ട, കാരണം വെച്ചാൽ ഇവിടെ ഇത്രയും സാധനമുള്ള പിന്നെ ഇതിന്റെ പുറകെ പോകുന്നത് എന്തിനാന്ന് ചോദിക്കാൻ പറ്റും. ഇല്ല, പോയി. ഹല്ലേലൂയ ഇന്നും ഇത് തന്നെ സംഭവം. പക്ഷെ ഇവിടെയാണ് ദൈവമക്കളുടെ പ്രത്യേകത അറിയേണ്ടത്. ഇവിടെ പറഞ്ഞ ഉള്ള അവസ്ഥയെ അലംഭാവത്തോടിരിപ്പാൻ ഹല്ലേലൂയ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിരിപ്പാനും സമൃദ്ധിയിരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിരിപ്പാനും ബുദ്ധിമുട്ടായിരിക്കാനും എല്ലാം ഞാൻ ശരി. അപ്പൊ തൃപ്തനായിരിക്കുന്നിട, വിശന്നിരിക്കുമ്പോഴും തൃപ്തനായിരിക്കാൻ, താഴ്ചയിലിരിക്കുമ്പോഴും തൃപ്തനായിരിക്കാൻ. ഉള്ള അവസ്ഥ എല്ലാവരും തൃപ്തരാണെന്ന് വെച്ചാൽ ഉള്ള അവസ്ഥയിലും തൃപ്തരായിരിക്കുന്ന 10 പണ്ട് ഒരു കുഞ്ചൻ നമ്പ്യാരുടെ പോയത്തിൽ പറഞ്ഞത് 10 കിട്ടിയ 100 ആകും, 100 കിട്ടിയ 1000, 1000 കിട്ടിയ 10,000 ആകണം, പിന്നെ 1,00,000 ആകണം. ഇതാണല്ലോ മനുഷ്യന്റെ അവസ്ഥ. ഹല്ലേലൂയ അപ്പൊ മനുഷ്യൻ ഒരിക്കലും തൃപ്തനാകുന്നില്ല എന്ന് ഹല്ലേലൂയ കുഞ്ചൻ നമ്പ്യാർ ഓട്ടംതുള്ളിലൂടെ പരിഹസിച്ചതുപോലെ ഇത് തന്നെ മനുഷ്യൻ. ഹല്ലേലൂയ ഇന്ന് ശുശ്രൂഷകൾ നോക്ക്, ശുശ്രൂഷകന്മാരും ശുശ്രൂഷിക്കുന്നവരും എല്ലാവരും പറയുന്ന കാര്യം എന്താ? ഇന്ന് അതുകൊണ്ട് തന്നെയാ എന്താ പിശാച് ഏദൻ തോട്ടത്തിൽ എടുത്ത അതേ തന്ത്രം തന്നെ ഇന്ന് ദൈവസഭയ്ക്കുള്ളിൽ എടുത്തേക്കുക. സഭയിലേക്ക് വന്നു നിന്ന് കഴിഞ്ഞാൽ കണ്ണടച്ച് കഴിയുമ്പോൾ പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ വീട് ഇപ്പോൾ ഉള്ളത് മാറി 2 നിലയാകാൻ പോവാ, നിന്റെ കാറ് മാറിയിട്ട് വലിയ കാറാകാൻ പോവാണ്. ഹല്ലേലൂയ നീ ഇവിടുന്ന് രാജ്യങ്ങൾ തോറും പറക്കാൻ പോവും. ഇതൊക്കെ പറയുമ്പോൾ ഹല്ലേലൂയ എന്തിനെ കുറിച്ച് ഇവര് ഫോക്കസ് ചെയ്യുന്നതെന്ന് ഹല്ലേലൂയ ഒരു ധാരണ നമ്മുടെ ഉള്ളിലേക്ക് വരണം. നിങ്ങൾ ലോകത്തെ കുറിച്ച് കേൾക്കാൻ വേണ്ടിയിട്ടല്ല ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത്. ഈ ലോക രാജ്യത്തിൽ തന്നെ ദൈവത്തിന്റെ രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ ഇന്നലെ ഞാൻ ഒരു സ്ഥലത്തെ അവിടെ ഒരു ആവശ്യത്തിന് വേണ്ടി അപ്പോൾ ദേവദാസം പറഞ്ഞു, സിസ്റ്റർ ഞാൻ UAE-ലേക്കല്ല തിരിച്ച് UK-ക്കാ പോകാൻ പോകുന്നത്. അപ്പൊ ഞാനൊന്ന് ചിരിച്ചിട്ട് ഞാൻ പറഞ്ഞു, UK ഞാൻ പോകത്തില്ലെന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ എന്നെ ദൈവം UAE തന്നെ കൊണ്ടുപോയി നിർത്തത്തോളം എന്ന് പറഞ്ഞു. പറഞ്ഞു അല്ല സിസ്റ്റർ പറഞ്ഞു. ഞാൻ പറയും ഇല്ല, എനിക്ക് എന്റെ ദൈവം എന്നെ കാണിച്ച് തന്നിട്ടുള്ള വെളിപ്പാടുകൾ അവിടെ കിടപ്പുണ്ട്. UAE-ൽ എന്ത് ചെയ്യാനുണ്ടെന്ന് എന്നോട് ദൈവം പറഞ്ഞിട്ടുണ്ട് നേരത്തെ. ദൈവത്തിന്റെ ശബ്ദത്തിന് മാറ്റം വരുത്തില്ല എന്ന് ഞാൻ പറഞ്ഞു.
ഹല്ലേലൂയ. ഈ അടുത്തിടയ്ക്ക് ഞാൻ ഈ നാട്ടിൽ ബിസിനസ് തുടങ്ങണമെന്ന് വിചാരിച്ച് എല്ലാ കാര്യങ്ങളും സെറ്റ് വന്നപ്പോ ദൈവം എന്നെ പെട്ടെന്ന് അത് ഓർപ്പിച്ചു. എന്നോട് ചോദിച്ചു, പത്രോസേന്ന് വിളിച്ച് പത്രോസിന് ഹാലേലുയ ഷീമോനായിരിക്കുന്ന സമയത്ത് ദൈവം പറഞ്ഞു, നിന്നെ പത്രോസ് ആക്കുമെന്ന്. ദൈവത്തിന്റെ കൂടെ 3.5 വർഷക്കാലം നടന്നിട്ട് ഷീമോൻ പത്രോസ് ആയില്ല. പക്ഷേ പത്രോസ് ആകാതിരുന്നോ? ആക്കേണ്ട സമയമായപ്പോ ദൈവം ആക്കി. ആകേണ്ട സമയം ആയി. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തം ചെയ്യുമ്പോ തെറ്റിപ്പോയി മോളെ, ഈ വഴി നമ്മൾ വഴി കണ്ടുപിടിക്കാന്നൊക്കെ പറഞ്ഞ് നമ്മള് പണ്ട് പലരുമൊക്കെ എടുത്ത് വരയ്ക്കുമ്പോ തെറ്റിപ്പോ എന്താ പറയാ, വായിച്ചിട്ട് നമ്മൾ അടുത്ത ഇപ്പുറത്തൂടെ കണ്ടുപിടിക്കുന്ന കണക്കൊന്നും ദൈവം കൊണ്ടുപോകത്തില്ല നമ്മൾ. ഹല്ലേലൂയ. ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ ദൈവം അത് ചെയ്യാൻ വിശ്വസ്തനാ. ഹല്ലേലൂയ. ഞാൻ ഇന്നലെ പറഞ്ഞു നമ്മളെ കുറിച്ച് നമ്മുടെ തലമുറയെ കുറിച്ച് ദൈവം ഒരു കാര്യം ദർശനത്തിൽ നമ്മളോട് ഇടപെട്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ മറ്റൊരു നല്ലത് കാണുമ്പോൾ ഇത് വായിച്ചിട്ട് അതിലേക്ക് പോയിട്ട് ആ ദൈവം ഇതും പറഞ്ഞു എന്ന് പറയുന്ന ദൈവം അല്ല നമ്മുടെ ദൈവം. കാണിച്ച ദർശനം നമ്മൾ മറന്നാലും മറക്കാതെ അത് നിവർത്തിക്കുന്ന ദൈവം നമ്മുടെ ദൈവം. അതുകൊണ്ട് എന്നെ ഡയറക്റ്റ് ചെയ്ത് തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോയെങ്കിൽ ദൈവം എന്നോട് ഒരിക്കലും യോയെ നിന്ന് നിർത്തിക്കൊണ്ട് ഞാൻ നിന്നെ കൊണ്ട് ഇത് ചെയ്യിക്കുന്ന ദൈവം പറയത്തില്ല. ഹല്ലേലൂയ. അപ്പൊ ഇവിടെയാണ് നമുക്ക് ഇവിടെ പറഞ്ഞത്. അതുകൊണ്ടാണ് പറഞ്ഞത് തൃപ്തരാ. അപ്പൊ ഉള്ള ഈ താഴ്ചയിരിപ്പാനും സമതിയിരിപ്പാനും എനിക്കില്ല. തൃപ്തരായിരിപ്പാനും വിശന്നിരിപ്പാനും സമതിയിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവം എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നത്. അപ്പൊ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴും എങ്ങനെയാ പൗലോസ് ബുദ്ധിമുട്ട് അനുഭവം? അയ്യോ എനിക്ക് ബുദ്ധിമുട്ടാണേ എന്ന് പറഞ്ഞുകൊണ്ടല്ല, തൃപ്തനായിരുന്നുകൊണ്ട്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വേണ്ടുന്ന ഒരു കാര്യം ഇന്ന് ദൈവവചനത്തിൽ നമ്മളോട് പറയുകയാണെങ്കിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഏത് അവസ്ഥയിൽ ഇരിക്കുമ്പോഴും നീ തൃപ്തനായിരിക്കണം. ഹല്ലേലൂയ. അമ്മ നമ്മൾ വായിച്ച വചനത്തിലേക്ക് നമുക്ക് വേണം. അപ്പൊ നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല പ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങൾ എന്താ പറയാ സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസം കഴിയും തോറും പെരുകി വരേണ്ടുന്നത് വർദ്ധിച്ചു വരേണ്ടുന്നത് എന്താണെന്നറിയാ? സൽപ്രവൃത്തിയായിരിക്കണം. സൽപ്രവൃത്തി നല്ല പ്രവർത്തികളാ. ദൈവം നല്ലവനാണെങ്കിൽ ദൈവത്തിന്റെ പ്രവർത്തികളെല്ലാം നല്ലതാണെങ്കിൽ ദൈവത്തിന്റെ മക്കളുടെ പ്രവർത്തികൾ നല്ലതാ. ഇടയ്ക്ക് ഞാൻ നല്ലത് ചെയ്യും, ഇടയ്ക്ക് ഇച്ചിരി ചീത്ത ചെയ്യുമ്പോ നല്ല എല്ലായ്പ്പോഴും എല്ലായിടത്തും നിങ്ങളെ കൊണ്ട് ദൈവം ആഗ്രഹിക്കുക നല്ലത് ചെയ്യാൻ വേണ്ടി മാത്രം ആക്കി വെച്ചേക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഇവിടെ പറയും സകല സൽപ്രവൃത്തിയിലും പെരുകുമ്പോ നിങ്ങൾ സകല കൃപയും പെരുക്കാൻ ദൈവം ശക്തൻ. അപ്പൊ ഇതിനു വേണ്ടുന്ന എന്താ ഇവിടെ? സകല സൽപ്രവൃത്തി നിങ്ങൾ വർദ്ധിച്ചു വരണമെങ്കിൽ എന്താ ചെയ്യാ? കൃപ വേണം അതിന്. അപ്പൊ ആ സകല കൃപയും നമുക്ക് തരാൻ തക്കോണം ആര് ശക്തനാകുന്നു? ദൈവം ശക്തനാകുന്നു. അപ്പൊ ദൈവമാണ് ഇത് തരുന്നത്. അപ്പൊ അതാ ഞാൻ പറയും ഡിവൈൻ പ്രൊവിഷൻ എന്ന് പറഞ്ഞു. അപ്പൊ ദൈവമാണ് ഇത് നമുക്ക് സപ്ലൈ ചെയ്യുന്നത്. എന്താ? കൃപ. എന്തിനു വേണ്ടിയിട്ടാ? കർത്താവേ എനിക്ക് കൃപ വേണം. എന്തിനാ? എന്തിനാ കൃപ വേണ്ടുന്നേ? കഴിഞ്ഞ ദിവസം ഏതോ ഒരു ദൈവദാസൻ നമ്മുടെ വിജയപാസ്റ്റർ എന്ന് സിസ്റ്റർ, ഞാൻ പണ്ട് എപ്പോഴും നമ്മുടെ ഗ്രൂപ്പ് പല പ്രാവശ്യം ചോദിക്കുന്നവരെ എന്താണ് കൃപ? എപ്പോഴും ചോദിക്കുന്നതല്ലേ. കാരണം വെച്ചാൽ അത് വിജയാഞ്ചൽ പാസ്റ്റർ അടുത്ത് മേടിച്ച് കിട്ടിയതാ. പാസ്റ്റർ എപ്പോഴും ശുശ്രൂഷിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് കൃപ, എന്താണ് കൃപ ഇങ്ങനെ ചോദിക്കുക. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ പഠിച്ചു വെച്ചേക്കുക. അൺമെറിറ്റഡ് ഫേവർ ആണ് ഗ്രേസ് എന്ന് പറയാം. അപ്പൊ എന്ന് വെച്ചാൽ അർഹതയില്ലാതെ നമുക്ക് ലഭിച്ചതാണ്. അപ്പൊ അർഹതയില്ലാതെ നമുക്ക് ലഭിച്ചത് കൃപ. സത്യമാണ്. അമ്മ മക്കളെന്ന് വിളിക്കാൻ നമ്മൾ അർഹരായിരുന്നില്ല, പക്ഷെ അർഹതയില്ലാത്തവർക്ക് ദൈവം തന്നതാണ് കൃപ. പക്ഷെ ഇവിടെ പറയുന്നേ ഈ കൃപ കിട്ടി നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തിന്റെ മക്കളായി മാറി ആ കൃപ അവിടെ നിന്നു പോകാനല്ല, ആ കൃപ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ കൂടെ വേണം. കാരണം നമുക്ക് ഓരോ ദിവസം ജീവിക്കണമെങ്കിൽ ഈ കൃപ, ഇന്നലെ വരത്തെ കൃപ പോരാ ഇന്ന് ജീവിക്കാൻ. കാരണം നമ്മൾ പണ്ട് 2000 ഒരു 2000 ഒക്കെ പോട്ടെ, ഒരു 93 കാലഘട്ടത്തിലൊക്കെ ഉള്ള കാലഘട്ടമാണ് നമ്മൾ ഇന്ന് നിൽക്കുന്ന കാലഘട്ടം. നമ്മളൊക്കെ കോളേജിൽ പഠിക്കുമ്പോഴും സ്കൂളിൽ പഠിക്കുമ്പോൾ എന്ത് സുഖമായിരുന്നു. കാരണം വെച്ചാൽ മൊബൈലില്ല, ടി വി ഇല്ല, എല്ലാ വീട്ടിലൊന്നും ടി വി ഇല്ല, സോഷ്യൽ മീഡിയ ഇല്ല, അതില്ല ഇതിലൊന്നുമില്ല. ആകെപ്പാടുള്ള എന്റർടൈൻമെന്റ് എന്ന് വെച്ചാൽ സ്കൂളിൽ പോകുമ്പോൾ റോഡ് വഴിയെ നടക്കും, പാടത്തിന്റെയും പറമ്പിൽ കൂടെ എല്ലാം കയറി നടക്കും, കാരണം മാവേലും മരത്തിലൊക്കെ കയറി. ഇതൊക്കെയായിരുന്നു നമ്മുടെയൊക്കെ എന്റർടൈൻമെന്റ്.
ഞാനൊക്കെ വീട്ടിൽ എത്തുമ്പോൾ വീണ കമ്മ ചോദിക്കാം, നീ കിളയ്ക്കാൻ പോയിട്ട് വരുവാണെന്ന് ചോദിക്കുന്നത്. കാരണം എല്ലായിടും ഉരുണ്ടും വരണ്ടും വീണും ഉടുപ്പ് പാവാടയൊക്കെ ഫുള്ള് ചെളിയാക്കിയിട്ട് വൈറ്റ്, നമുക്ക് അന്നൊക്കെ വൈറ്റ്, എനിക്കൊന്ന് ഞങ്ങളുടെ വൈറ്റ് ഷർട്ടും ബ്ലൂ സ്കേർട്ടും ആയിരുന്നു. ഹലേ വരുമ്പോൾ വൈറ്റ് ഷർട്ടൊക്കെ ചിലപ്പോൾ ഒരുമാതിരി ചെളിക്കുണ്ട് പോലെ ഇരിപ്പുണ്ടാവും. ഹലേ അതൊക്കെയാണ് നമ്മുടെയൊക്കെ എന്റർടൈൻമെന്റ്, അതായിരുന്നു. ഹലേ പക്ഷെ ഇന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങളൊക്കെ വീടിനകത്തുനിന്ന് വണ്ടിയിലിട്ട് കയറി ബസ് തിരിച്ച് അതിനകത്ത് കൊണ്ടുവന്ന് ഇറക്കി വിടുമ്പോൾ ഹാലയില് പക്ഷെ അവരെ ഷർട്ടിലും ഉടുപ്പിലും ഒന്നും ചെളി പറ്റുന്നില്ല. പക്ഷേ അവരുടെ ഹൃദയത്തിലേക്ക് അവരുടെ തലച്ചോറിലേക്ക് ഇന്ന് ശത്രു അനേക ചെളി തെറിപ്പിച്ചു കൊടുക്കുക. അന്ന് നമ്മുടെ വസ്ത്രത്തിൽ വരുന്ന കറയൊക്കെ ഒന്ന് അഴുക്കൊക്കെ ഒന്ന് കഴുകിയാൽ പോകുന്നത്. പക്ഷെ ഇന്ന് കുഞ്ഞുങ്ങളെ പലതിലും പെടുത്തിക്കൊണ്ട് പോകുമ്പോൾ അവരെ പുറത്തെടുക്കാൻ പല പേരൻസും കരയും നമുക്ക് കാണാൻ പറ്റും. കാരണം ഇന്ന് അതുപോലെ മനുഷ്യൻ, നമ്മുടെ കാര്യമാണെങ്കിലും ഞാൻ പറയുന്നത് അത് തന്നെ, ശുശ്രൂഷയുടെ കാര്യമാണ്. ദൈവത്തിന്റെ വചനത്തിൽ വൃതന്മാരെ പോലെ തെറ്റിക്കുന്ന കാലഘട്ടം എന്നൊക്കെ അന്ന് എഴുതി വെച്ചു. ഇന്ന് അത് എത്ര വൃതനാണ്, എത്ര വലിയ ആന്ന് പറഞ്ഞു തരുന്നാലും അവരെയും തെറ്റിക്കാൻ പറ്റുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ തെറ്റിപ്പോകാതെ ഓരോ ദിവസവും നമുക്ക് നിൽക്കണമെങ്കിൽ എന്ത് വേണം വെച്ചാൽ ദൈവത്തിന്റെ കൃപ വേണം. ഹല്ലേലൂയ. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന കൃപ അതിനെക്കുറിച്ചല്ല പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. നമുക്ക് എന്തിനു വേണ്ടിയിട്ടാ? നിങ്ങൾ സകലത്തിൽ എപ്പോഴും പൂർണ്ണത്തിൽ സകല സൽപ്രവർത്തിയും പെരുകുമാറ് നിങ്ങൾ അപ്പൊ സകല സൽപ്രവർത്തിയിൽ പെരുകി വരണം. ഒരു ദിവസം കഴിയുമ്പോൾ ഇന്നലെ ഞാൻ അങ്ങനെ ചെയ്തു, പണ്ട് ഞാൻ അങ്ങനെ ചെയ്തു അല്ല. നീ ഇന്നലെ ചെയ്തതിന് അപ്പുറം ഇന്ന് ചെയ്യാൻ നിനക്ക് കൃപ വേണം. നീ അത് ഓരോ ദിവസം കഴിയുന്നതും വർദ്ധിച്ചു വരണം. ഹാലലൂയ. ഇവിടെ അങ്ങനെ വരുന്ന എനിക്ക് നീ വിഷമിക്കേണ്ട കാര്യമില്ല. ഹാലലൂയ. അതിന് തരാൻ പ്രൊവിഷൻ തരുന്നത് എവിടെ? ദൈവത്തിൽ നിന്നാ തരുന്നത്. ദൈവം നീ കൊടുക്കും അതിന് തൊട്ടുമ്പോൾ 6, 7 വാക്യം ഒന്ന് വായിക്കുക സിസ്റ്റർ. എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യുമെന്ന് ഓർത്തുകൊള്ളുവീൻ. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലരുത്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. ആമേൻ. സ്തോത്ര. ഹാലേലൂയ. ഇവിടെ കൊടുക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ കൊടുക്കുന്നതിനെ കുറിച്ച് മാത്രം പറയാനല്ലേ. ഹാലേലൂയ. ഇവിടെ സൽപ്രവൃത്തി എന്ന് വെച്ചാൽ കൊടുക്കൽ മാത്രമല്ല, പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കൊടുക്കുമ്പോൾ പറയുന്നത് സങ്കടത്തോടെ അരുത്, സന്തോഷത്തോടെ നീ കൊടുക്കണം. സന്തോഷത്തോടെ കൊടുക്കുന്നവന്, ഇവിടെ പറയുന്നത് സങ്കടത്തോടെ, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. ഹാലേലൂയ. അപ്പൊ അയ്യോ സിസ്റ്റർ എന്തായാലും നമ്മൾ എന്തായാലും കൊടുത്തേക്കാം എന്തെങ്കിലും. പുള്ളിക്കാരത്തി ഭയങ്കര ബുദ്ധിമുട്ട് പ്രയാസമൊക്കെ. നോ, അങ്ങനെ കൊടുക്കല്ലേ. കൊടുക്കുമ്പോ ഹാലേലൂയ ഭയങ്കര സന്തോഷത്തോടെ നമ്മൾ വാങ്ങുന്നേക്കാട്ടി സന്തോഷത്തോടെ കൊടുക്കാൻ പഠിക്കണം. ഒരാൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിൽ തൃപ്തി തോന്നി കൊടുക്കണം. ഹാലലൂയ എന്ന് പറയാം. അപ്പൊ അവിടെ അങ്ങനെയുള്ളവരെ ദൈവം സ്നേഹിക്കുന്നത്. ആളെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ട് 100 പേരോട് പറയുകയും ചെയ്തു. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇവിടെ അമ്മയൊക്കെ കൊടുക്കലുണ്ട്. കൊടുത്തു കഴിഞ്ഞാൽ ഏഷ്യാനെറ്റിലൊന്നും കൊടുക്കണ്ട, പിന്നെ പത്രത്തിലൊന്നും കൊടുക്കണ്ട. ഹാലല്ല മൗത്ത് പബ്ലിസിറ്റി അവരവർ തന്നെ കൊടുത്തോളും. ഹാലല്ല അവിടെ ഞാൻ അത് കൊടുത്ത്, ഇവിടെ ഞാൻ ഇത് കൊടുത്ത്, അങ്ങനെ കൊടുത്ത്, ഇങ്ങനെ കൊടുത്തു. ഹാലയില്ല അപ്പോഴൊക്കെ ഞാൻ ഉണ്ടെന്ന് പറയും. ഒരു വലങ്കി കൊടുക്കുന്നുണ്ടെങ്കിൽ അറിയുന്ന ദൈവം പറഞ്ഞേക്കുന്നത്. ഇവിടെ ആര് കേൾക്കാൻ? ഓർഫണേജിൽ നിന്നൊക്കെ കളക്ഷൻ വരുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ 10 പേരോട് പറഞ്ഞാലേ തൃപ്തിയാകും. ഹാലലൂയ. അപ്പൊ ഇവിടെ കൊടുക്കുക ഹാലല എന്ന് പറയുമ്പോൾ ദൈവം പറഞ്ഞേക്കുന്നത് സന്തോഷത്തോടെ കൊടുക്കണം. അപ്പൊ കൊടുക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും സന്തോഷത്തോടെ ചെയ്യണം. ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വിളിച്ചല്ലേ അങ്ങനെയല്ല. ഹാലലിയ നമ്മുടെ വിഷയമാണെന്ന് വിചാരിച്ച സന്തോഷത്തോടെ നമ്മൾ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് അനേകർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാനായിട്ട്. ഇപ്പൊ വേറെ മധ്യസ്ഥന്മാരൊന്നുമില്ല. ചത്ത് മണ്ണടിഞ്ഞിട്ട് കണ്ണാടിക്കുട്ടി കയറിയിരിക്കുന്നവർക്കൊന്നും മധ്യസ്ഥം വഹിക്കാൻ പറ്റത്തില്ല. അതൊക്കെ ചുമ്മാ ധാരണയാണ്. ഹല്ലേലൂയ. അപ്പൊ അവിടെ ഒന്നും മധ്യസ്ഥം വഹിച്ചിട്ട് വഹിക്കാൻ പറ്റത്തില്ല. പക്ഷേ മധ്യസ്ഥം വഹിക്കുന്ന ദൈവം ആക്കി വെച്ചിരിക്കുന്നത് നമ്മളെയാണ് ഈ ലോകത്തിൽ. മനുഷ്യന്റെ ജീവനുള്ള മനുഷ്യന്റെ പ്രാർത്ഥന മാത്രമേ ദൈവം കേൾക്കത്തുള്ളൂ. ചത്ത് മണ്ണടിഞ്ഞു പോയവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ഹാലലൂയ. അത് ജനം ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ഇന്നും ഒഴുകി പോകും ആൾക്കാർ, ജനങ്ങൾ ലക്ഷക്കണക്കിനും 10,000-കണക്കിനും കോടിക്കണക്കിനും ജനങ്ങൾ പലയിടത്തേക്കും പോകും. അവിടെ ചെന്ന് പറഞ്ഞ പ്രാർത്ഥന കേൾക്കുമെന്ന് അവരുടെയൊക്കെ വിചാരം. നമ്മളും പണ്ട് അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു.
ബുദ്ധിയില്ലായ്മയുടെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ സാത്താൻ നമ്മുടെ കണ്ണിനെ കുരുടാക്കിയ ഹൃദയത്തെ കുരുടാക്കി വെച്ച കാലഘട്ടം നമ്മൾ ഉപവിഗ്രഹത്തോടൊക്കെ പോയി പ്രാർത്ഥിച്ചിരുന്നു. ഹാലയിലെ. പക്ഷെ അവരാരും കേൾക്കത്തില്ല. പക്ഷെ നമുക്ക് ദൈവം ആക്കി വെച്ചിട്ട് എന്താ, അനേകർക്ക് നിടിവ് നിൽക്കുവാൻ വേണ്ടിയിട്ട്. ഹാലയിൽ. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ സങ്കടത്തോടെ ഞരങ്ങിക്കൊണ്ട് ഒന്നും അല്ല ചെയ്യേണ്ടത്, സന്തോഷത്തോടെ ചെയ്യണം. ഹാലേലിയ. കൊടുക്കുന്ന മാത്രം എടുത്തിട്ട് പറഞ്ഞിട്ട് കൊടുക്കാൻ വേണ്ടി മാത്രമല്ല പറയുന്നത്. ഹാലേലിയ. അമ്മയെ അവിടെ ഫിലിപ്പിയ ലേഖനം നമ്മൾ 18-19 അവിടെ വായിച്ചത് പൂർണ്ണ തൃപ്തിയുള്ളവരായിരിക്കും. എവിടെ എന്തിനെ തൃപ്തിയുള്ളവർ ഇരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ആയിരിക്കണം. അല്ല, ഫിലിപ്പിയൻ 4 അപ്പൊ 4 അധ്യായത്തിന്റെ 12-13 വാക്യം. ഇനി 4 അധ്യായം 18-19 വാക്യം ഒന്ന് വായിച്ചേ. ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്, സമൃദ്ധിയുമായിരിക്കുന്നു. നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യവാസനായി ദൈവത്തിന് പ്രസാദവും സുഗ്രാഹ്യവുമായ യാഗമായി എപ്പഫ്രൊദിത്തോസിന്റെ കയ്യാൽ ഞാൻ പ്രതിഗ്രഹിച്ച് തൃപ്തനായിരിക്കുന്നു. 19 വായിച്ചു. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവം എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ തന്നെ ജനത്തെ ക്രിസ്തുവേശു പൂർണ്ണമായി തീർത്ത്. ഇത് ആർക്കാ തീർത്തു കൊടുക്കുന്നതെന്ന് അറിയോ? ഫിലിപ്പയിലെ സഹോദരങ്ങളുടെ കാര്യം പൗലോസ് എന്താ പറഞ്ഞേ? അവരെ അയച്ചു കൊടുത്ത് ബുദ്ധിമുട്ടിലൊക്കെ. ഹല്ലേലൂയ. നേരത്തെ ദൈവം പറഞ്ഞു സന്തോഷത്തോടെ കൊടുക്കുന്നവർ ഇവരെ ദൈവം സ്നേഹിക്കുന്നു. ഹാലേലൂയ. അപ്പൊ ഒരാൾക്കൊരു ബുദ്ധിമുട്ടെന്ന് അറിഞ്ഞിട്ട് വന്ന് ചോദിച്ച എന്തെങ്കിലും ചെയ്യുക. അവര് നമ്മളോട് ചോദിച്ചില്ലല്ലോ, പിന്നെന്തിനാ നമ്മൾ സഹായിക്കാൻ പോകുന്നത് എന്നല്ല. ഹാലയ. അവരത് അറിഞ്ഞപ്പോൾ അവരവിടെ പണ്ട് സ്വരൂപിച്ച് ഇവരുടെ അടുത്തേക്ക് പൗലോസിന്റെ അടുക്കിലേക്ക് കൊടുത്തു വിട്ട്. ഹാലയില. അത് അന്ന് അവർക്ക് ഭയങ്കര കൊടുത്തത് കൊണ്ടല്ല പൗലോസ് പറയുന്നത്. ഹാലയ. അത് അവരുടെ കൊടുത്തത് ഹാലയ. നീ കൊടുത്ത എമൗണ്ടിന്റെ വലിപ്പത്തിലല്ല, നീ കൊടുത്ത ഹൃദയം, നിന്റെ മനസ്സ്. ഹാലയിലൂയ. കണ്ട ദൈവം. അതുകൊണ്ടാ പറഞ്ഞ അതിനൊരു ഇവിടെ പറയുന്ന സുഗ്രാഹ്യമായി യാഗമായി. അപ്പൊ അതൊരു യാഗം ദൈവത്തിന്. ഹാലയിലൂയ. യാഗ വസ്തു വെച്ച് ആൾട്ടറിൽ വെച്ചിട്ട് അതിനെ ദഹിപ്പിക്കുമ്പോൾ അതിന്റെ മണം, സ്മെല്ലാണ് ദൈവം മണക്കുന്നതെങ്കിൽ അതുപോലെയാണ് നമ്മൾ കൊടുക്കുമ്പോൾ ഉള്ള സുഗന്ധം. ഹാലേലൂയ. അത് ദൈവത്തിന്റെ അടുക്കിലേക്ക് എത്തിയത് കൊണ്ടാ പറഞ്ഞത് എന്റെ ദൈവവും നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ. ഹാലേലൂയ. നമ്മൾ ഹാലേലൂയ. ആ ബുദ്ധിമുട്ടുകൾ ദൈവം ചിലർ നമുക്ക് നമുക്ക് തന്നതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ നമ്മുടെ വായിൽ നിന്ന് വരുന്ന ചില വാക്കുകളുണ്ട്. ദൈവം അതിന്മേൽ സീൽ ചെയ്യുന്ന പോലെ എനിക്ക് മനസ്സിലായിട്ട്. ഹാലേലൂയ. നമുക്ക് എന്നെ ആവശ്യ ഘട്ടങ്ങളിൽ സഹായിച്ച ഒരു കുഞ്ഞുണ്ട്. അതിനോട് ഞാൻ പറഞ്ഞത് നിനക്ക് ഒരിക്കലും ഹാലേലൂയ ഫൈനാൻഷ്യലായിട്ട് നീ ബുദ്ധിമുട്ടത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അന്ന് തുടങ്ങിയിട്ട് ഇതുവരെ സാമ്പത്തികമായി ബുദ്ധിമുട്ടെന്ന് ഞാൻ കേട്ടിട്ടേ ഇല്ല. ഹാലേലൂയ. കാരണം വെച്ചാൽ ദൈവം വിശ്വസ്തൻ. ആ ലൈഫിൽ എത്രത്തോളം യാത്രയും എത്രത്തോളം കാര്യങ്ങൾ നടക്കുമ്പോഴും ഒരിടത്ത് പോലും പിന്നെ ഒരിക്കൽ പോലും എന്നെ വിളിച്ചിട്ട് ആന്റി എനിക്ക് ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടാവുമെന്ന് പ്രാർത്ഥിക്കണം പറഞ്ഞിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് ദൈവം അങ്ങനെ ധാരാളമായി കൊടുത്തു. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെ നമ്മളെ സഹായിച്ചതാണ്. ആ സമയത്ത് അറിയാണ്ട് വായിന്ന് വന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ ശ്രമിച്ചു. പക്ഷെ ദൈവം ഇന്നും പറയാ അവർ ഇന്ന് വരെ പിന്നെ കാരണം അപ്പൊ നമ്മുടെ ഡിവൈൻ പ്രൊവിഷൻ എവിടെന്ന് വെച്ചാൽ ദൈവത്തിൽ നിന്ന് അത് കൊടുക്കുമ്പോൾ അവരോട് പറഞ്ഞു പോയില്ലേ, അല്ലെങ്കിൽ ചെയ്യാന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ ഇങ്ങനെയല്ലേ എന്ന് വിചാരിച്ചിട്ടല്ല. നമ്മൾ കൊടുക്കുമ്പോൾ സന്തോഷത്തോട് കൊടുക്കണം. അടുത്ത നമ്മൾ ഇവിടെ കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇനി കൊടുക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല. ഹാലേലിയ. തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം ഒന്ന് വായിക്കൂ. ടൈറ്റസ് എത്രയാണ്? 3:14. ഫലമില്ല നമുക്കുള്ളവരും ഫലമില്ലാത്തവർ ആകാതെ അത്യാവശ്യ സംഗതികളിൽ സൽപ്രവർത്തികൾക്ക് മുമ്പരായിരിക്കാൻ പഠിക്കട്ടെ. ആമേൻ. സ്തോത്രം. ഇവിടെ പറയുന്നത് നമ്മള് ഫലമില്ലാത്തവരാകാതെ അത്യാവശ്യ സംഗതി സൽപ്രവർത്തികൾക്ക് മുമ്പന്മാരായിരിക്കട്ടെ. ഹല്ലേലൂയ. അവിടെയും നമ്മൾ ഉത്സാഹിച്ചത് ചെയ്യണമെന്ന്. പക്ഷെ അവിടെ അതിനെക്കാട്ടി കൂടുതൽ ഉപയോഗിച്ചേക്കുന്നത് ഒരാൾക്ക് ഒരു ആവശ്യം, ചിലപ്പോൾ അത് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ആവശ്യമായിരിക്കത്തില്ല.
ഹാലയിൽ ഒരു കാര്യം പോയി ചെയ്യ് എന്നൊക്കെ പറയുമ്പോൾ പോയി ചെയ്യാനായിട്ടുള്ള സൽപ്രവർത്തികളിൽ ഹാലി. അപ്പൊ ആടെ എല്ലാ സൽപ്രവർത്തികളും തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പറയുന്നത് 12 വായിച്ച ഞാൻ അർത്തമോസിനെയോ തിഹിക്കോസിനെ അങ്ങോട്ട് അയക്കുമ്പോൾ നിക്കോബർ വന്ന് എന്നോട് ചേരുവാൻ ശ്രമിക്കുക. അവിടെ ഞാൻ ശീതകാലം കഴിപ്പാൻ ശ്രമിച്ച് ന്യായശാസ്ത്രിയെ അപ്പൊല്ലോസും ഒരു മുട്ടും വരാതെ ഉത്സാഹിച്ച് വഴിയാത്ര അയക്കുക. നമുക്കുള്ളവരും ഫലമില്ലാത്തവരാകാതെ അത്യാവശ്യം സൽപ്രവൃത്തി മുമ്പിന്മാരെ പിടിയെന്ന് വെച്ചാൽ അവിടേക്ക് എത്തുമ്പോൾ ഹാലയിൽ ഞാൻ അവിടേക്ക് വരുമ്പോൾ നിങ്ങൾ അവിടേക്ക് വരണം, എൻ്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ അവിടെ ഹാലയിൽ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ച് അതിന് കൂട്ടായ്മ കാണിക്കണം. ഇപ്പൊ നമ്മള് ഇവിടെ കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞതിനെ കുറിച്ച് ഇപ്പൊ നമ്മൾ പറയാം. ഇന്നിപ്പം ഹാലലിയ ഒരാള് ഒരു പുതിയ വീടൊക്കെ വെച്ച് അങ്ങോട്ടേക്ക്, അല്ലെങ്കിൽ പോട്ടെ, അത് പുതിയ വീട് വേണ്ട, സാറാമോസ് ഇപ്പൊ കുറെ നാളുകളായിട്ട് ഹാലലിയ അപ്പൊ അമേരിക്കയിലും കാനഡയിലൊക്കെ കഴിഞ്ഞിട്ട് ഈ നാട്ടിലേക്ക് വരിക. അപ്പൊ ആ വീട് അവിടെ എല്ലാ കാര്യങ്ങളും നടക്കുമ്പം സിസ്റ്റർ ജോളി ആൻറ്റി നിങ്ങളൊക്കെ അടുത്തുള്ളവരൊന്ന് വരണേ നമ്മുടെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ന് അതെല്ലാം ഒന്ന് ക്രമീകരിക്കുക, ഒന്ന് കൂടണേന്ന് പറഞ്ഞാൽ ഹാലലി എന്താ പറയാ, അവിടെ നമുക്ക് പൈസ അല്ല ഹാലേ, ചിലപ്പോൾ നമ്മൾ അവിടെ ഒന്നും ഒരു ജോലിയും ചെയ്യേണ്ട ആവശ്യം ഉണ്ടാകത്തില്ല. ചിലപ്പോൾ അവിടെ വന്ന് ഹാലലി ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയം, അല്ലെങ്കിൽ ഒന്ന് ആ വീടൊന്ന് പ്രാർത്ഥിച്ച്, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും കൂടെ ഒന്ന് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തൊന്ന് വീണ്ടും അതിനകത്തൊരു ഹാലിൽ നമുക്ക് താമസിക്കാൻ യോഗ്യമാക്കുമ്പോൾ ഹാലിൽ നമ്മളൊരു കൂട്ടായ്മ അവിടെ എന്ന് വെച്ചാൽ സന്തോഷം വന്ന് കണ്ട് വർത്താനൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഹാലിൽ ഉണ്ടാകുന്ന ഒരു കൂട്ടായ്മ. അത് തരുന്നതിലല്ല, ഒരാൾ സുഖമില്ലാതെ കിടക്കുന്നതെന്ന് അറിഞ്ഞ് ഹാലയിൽ നമ്മള് വലിയ ബുദ്ധിമുട്ടൊന്നും അല്ല, വലിയ പ്രശ്നമൊന്നും അല്ല, സീരിയസ് ഒന്നും അല്ല, എങ്കിലും ഓടി അവിടെ ചെല്ലുമ്പോൾ ഒന്ന് കാണുമ്പോൾ ഹാലലൂയ, അവരോടൊന്ന് സംസാരിക്കുമ്പോൾ. നിങ്ങളൊക്കെ രോഗികളെ സന്ദർശിക്കാൻ പോകുന്നവരല്ലേ, പോകാറല്ലേ? ഉണ്ടല്ലോ. കോവിഡ് കാലത്ത് മാത്രമേ ഉള്ള ആൾക്കാരൊക്കെ മാറിയിരുന്നു, അല്ലാത്ത സമയത്തൊക്കെ പോകാറുണ്ട്. കോവിഡ് കാലത്ത് പിന്നെ എല്ലാവരും ഇതൊക്കെ മാറ്റി വെച്ച്, കാരണം വെച്ചാൽ ദൈവം പരിജ്ഞാനം തന്നിട്ടുണ്ടല്ലോ, ഉപയോഗിക്കണമല്ലോ. അതാണ് എല്ലാവരുടെയും ചിന്ത. ഹാലലൂയ, പരിജ്ഞാനം ദൈവം തന്നേക്കുന്നത് നമുക്ക് ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ പറയാനാണല്ലോ എന്ന് പറഞ്ഞ് മാറിയിരുന്നിട്ടുണ്ടാകും. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ കാണിക്കും അതും എന്താ പറയാ, സൽപ്രവർത്തിയാ. കർത്താവ് പറഞ്ഞ സൽപ്രവൃത്തി എന്തൊക്കെയാ സാറമ്മ സിസ്റ്റർ? നമ്മുടെ മത്തായിയുടെ സുവിശേഷം എന്താ ദൈവം പറഞ്ഞേക്കുന്നത്? നിങ്ങൾ എന്താ ദൈവവേല എന്ന് പറഞ്ഞ ദൈവം പറഞ്ഞേക്കുന്നത് എന്താ? വിശക്കുന്നത് ഭക്ഷിക്കാൻ കൊടുക്കണം, ദാഹിക്കുന്നത് കുടിക്കാൻ കിടന്ന്, നഗ്നനെ കണ്ട് കുടിപ്പിക്കണം, രോഗിയെ സന്ദർശിക്കണം, അല്ലേ? ദൈവം ആഗ്രഹിക്കുന്ന ദൈവവേല ഇതാ ദൈവം പറഞ്ഞേക്കുന്നത്. ഹാലലി. അപ്പൊ അവിടെ പറഞ്ഞേക്കുന്ന ഹാലലിയ കർത്താവ് യേശയ്യാപ്രവാചന പുസ്തകത്തിൽ നിങ്ങൾ നിന്റെ അപ്പം കുറുക്കി കൊടുക്കണം സാധുക്കൾക്ക്. ഹാലലിയ. അത് കൊടുക്കുന്നില്ലെങ്കിൽ നീ ഉപവസിച്ചുണ്ടോ, നിന്റെ ശരീരം എന്താ പട്ടിണി കിടന്നുകൊണ്ടോ ഒന്നും പ്രയോജനമില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ ഉപവസിക്കുന്നെങ്കിൽ നമ്മൾ ആ ഉപേക്ഷിക്കുന്ന ഭക്ഷണം ഹാലലിയ അത് മറ്റൊരാൾക്ക് കൊടുക്കുകയും കൂടെ ചെയ്യുമ്പോഴേ ഉപവാസം പൂർത്തിയാകത്തുള്ളൂ. ഞാൻ 40 days ഫുൾ ഫാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ 3 നേരം 4 നേരം കഴിക്കുന്ന ഭക്ഷണം എത്രയാണെന്ന് വെച്ചാൽ അത്രത്തോളം ഭക്ഷണം ഹാലലിയ മറ്റൊരാൾക്കൂടെ കൊടുക്കുമ്പോഴാണ് ഹാലലിയ എന്റെ ഉപവാസം പൂർത്തിയാകത്തുള്ളൂ. ശരിക്കും പറഞ്ഞാല് നമ്മളോട് ഭയങ്കര ഉപവാസമാണ് ഹാലലൂയ, പക്ഷെ കൊടുക്കുന്ന കാര്യത്തിൽ ഹാലലിയ അവിടെ ചെയ്യുന്ന സമയത്ത് ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ ഹാലലിയ എന്താ നമ്മുടെ സൽപ്രവൃത്തിയാണ്. അവിടെ ചെല്ലുക, അവർക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുക, അവരുടെ കൂടെ ഇപ്പൊ സമയം സ്പെൻഡ് ചെയ്യുക. ചിലപ്പോ ആ നേരത്ത് അവരില്ലായ്മയിൽ കൂട്ടായ്മ കാണിക്കുക. നമ്മളവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ച് അവിടെ സാഹചര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ അവർക്കൊരു ഇല്ലായ്മ ഉണ്ടെന്ന് നമ്മൾ എങ്ങനെ അറിയുന്നത്? പറയുക എനിക്ക് ഇല്ലായ്മയാണെന്ന് എല്ലാവരും പറയും, എല്ലാവരും പറയത്തുന്നു. അത്രയ്ക്ക് സ്നേഹം അത്രയ്ക്ക് അടുപ്പമുള്ളവരോട് മാത്രമേ നമ്മൾ നമ്മുടെ ഇല്ലായ്മയും വല്ലായ്മയൊക്കെ ഷെയർ ചെയ്യത്തുള്ളൂ, അല്ലേ? അല്ലാത്തവര് പറയത്തില്ല, കാരണം വെച്ചാൽ ആരും പറയത്തില്ല. അത് എല്ലാവർക്കും ഒരു അഭിമാനമൊക്കെ ഉള്ളത് കൊണ്ട് ആരും പറയത്തില്ല. ഹാലലൂയ. അപ്പൊ ഇവിടെ കാണുന്ന ഇവിടെ അതുപോലെ തീത്തോസിനെ പറഞ്ഞ അവിടെ വന്നിട്ട് നിങ്ങള് നമ്മിക്കോട്ടെ 1 Corinthians 15:18 കൂടെ ഒന്ന് വായിക്കും. 15:58 കൂടെ. ഞാൻ ചെറിയ മെസ്സേജ് പറഞ്ഞിരുന്നേ, പക്ഷെ സമയം പോകുന്നു. 1 Corinthians 15:58. 15:58. ഓക്കെ. മറ്റേ ടാബ് എടുക്കാൻ വെച്ചതുകൊണ്ട്. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുകയും. ഇവിടെ പറഞ്ഞ അടുത്ത കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരായിരിക്കും. ഹല്ലേലൂയ. എന്താണ് വേല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഇതുവരെ മൈക്കൊന്നും കിട്ടിയിട്ടില്ല, എനിക്ക് സ്റ്റേജ് കിട്ടിയിട്ടില്ല, എനിക്ക് പ്രസംഗിക്കാൻ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് പിന്നെ ഞാൻ എങ്ങനെ കർത്താവിന്റെ വേല ചെയ്യുന്നതെന്നല്ല.
ഹലോ, നിങ്ങൾക്കൊരു നല്ല മീറ്റിംഗ് കാണുമ്പോൾ ഹലോ ഒരാൾക്കൊന്ന് ആമേ അത് ഷെയർ ചെയ്തിട്ട് ഹലോ ഇതിൽ കയറി നിങ്ങൾ പ്രാർത്ഥിക്കുക. അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവവേലയാ. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഹല്ലേലൂയ, അത് ഒരാൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുന്ന ദൈവവേലയാ. ഒരാളോട് ഒരാൾ സങ്കടത്തെ വിളിച്ചിട്ട് അല്പസമയം അവരോട് സംസാരിക്കുന്ന ദൈവവേലയാ. അവരെ ആശ ദൈവമല്ല. അപ്പൊ അതുകൊണ്ട് മൈക്കെടുത്ത് പ്രസംഗിക്കുന്നതോ പ്രവചിക്കുന്നതോ ഭൂതങ്ങളെ പുറത്താക്കുന്ന രോഗികളെ സൗഖ്യമാക്കുന്നതോ മാത്രമല്ല ദൈവവേല. ഇവിടെ പറയുന്നത് ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും. നേരത്തെ പറഞ്ഞെന്താ? എപ്പോഴും എല്ലാത്തിലും പൂർണ്ണ തൃപ്തിയുള്ളവരൊക്കെ. പൂർണ്ണ തൃപ്തിയുള്ളവർ കുലുങ്ങത്തില്ല. അവർ ഉറപ്പുള്ളവരാ. അവര് പാറമേൽ അടിസ്ഥാനം വെച്ച വീട് പോലെ ഇരിക്കും. ഹല്ലേലൂയ. അവിടെ അവർ പറയുന്നത് അതുകൊണ്ട് കൊടുക്കുന്നത്, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല. നമ്മൾ പറയും ഒരു ഗ്ലാസ് വെള്ളം അവന്റെ നാമത്തിൽ ഒരു ഗ്ലാസ് തണ്ണീർ കുടിക്കാൻ കൊടുത്താൽ അതിന് വരെ പ്രതിഫലം ഉണ്ടെങ്കിൽ കർത്താവിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും വ്യർത്ഥമായി പോകത്തില്ല. കർത്താവ് ഓർത്ത് വെച്ച് ഹാലയില് നമ്മളെ ഹാലയില് ഉള്ളപ്പോ നമ്മള് ശരിയാ വാരി കൊടുത്തിട്ടുള്ള ഒത്തിരി ആൾക്കാർക്ക് ഹാലയില കണക്കും നോക്കാതെ എമൗണ്ടും നോക്കാതെ കൊടുത്തത് കൊണ്ട് ഇന്ന് ഹാലയില് എന്റെ ജീവിതത്തിൽ ഞാൻ പറയാം 6-7 വർഷമായിട്ട് ദൈവം എന്നെ ഇരുത്തി ഹാലലിയ. അതൊക്കെ നമ്മുടെ ആവശ്യങ്ങൾ ഇതുപോലെ ഓരോരുത്തരും നമ്മൾ പ്രതീക്ഷിക്കുന്നേ കാട്ടി കൂടുതൽ നമുക്ക് തന്ന് ഹാലലിയ നമ്മളെ നിർത്തി എന്ന് വെച്ചാൽ കർത്താവിന്റെ പ്രവൃത്തി നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി വ്യക്തമല്ല. നമ്മൾ ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ വരുന്നവർക്കെല്ലാം വെച്ച് വിളമ്പ് ഇഷ്ടം പോലെ നമ്മൾ സെർവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇന്ന് വരെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അനേക ദൈവ ആദ്യമൊക്കെ എനിക്ക് വിശ്വാസം വരുന്ന സമയത്ത് ഹാലലിയ എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു ഗാർമെന്റ്സ് അപ്പൊ ഞാനിത് കുറേ സാധനങ്ങൾ എടുത്തിട്ട് ചെയ്യാൻ. അപ്പൊ എന്റെ വീട്ടിൽ വന്ന ദേവദാസന്മാർക്കെല്ലാം ഇഷ്ടം പോലെ ഷർട്ടും നമ്മള് ഗിഫ്റ്റ് കൊടുക്കുന്നതൊക്കെയാണ് ഇഷ്ടം പോലെ. അപ്പൊ അതുകൊണ്ട് എന്താ നമുക്ക് അതുപോലെ ഡ്രസ്സൊക്കെ ഇഷ്ടം പോലെ ഹാലൂയ നമുക്ക് ഇങ്ങനെ ലഭിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കാരണം ദൈവത്തിന് കൊടുത്ത് ഇത് 1 കൊടുത്താൽ 100 കിട്ടുമെന്ന് പറയുന്ന കൂട്ടത്തില ഞാൻ പറയും. പക്ഷെ ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ എല്ലാത്തിനും കണക്കുണ്ട്. അപ്പൊ നീ ചെയ്യുന്ന ഒന്നും വ്യർത്ഥമല്ല. ഒരിക്കൽ ഒരാളുടെ കുഞ്ഞിന്റെ ഫീസ് അടയ്ക്കാൻ നീ സഹായിച്ചിട്ട് നിന്റെ കുഞ്ഞിന് വിഷയം വരുമ്പോ 10 പേരെ ദൈവം ഒരുക്കും. സഹായിച്ച വ്യക്തി ആ വഴിക്കേ പോയിട്ടുണ്ടാവും, പിന്നെ തിരിഞ്ഞു നോക്കാം. പക്ഷെ വേണ്ട, കുഴപ്പമില്ല. പക്ഷെ ദൈവം അതിന് പകരം നീ വാട കൊടുക്കാൻ ബുദ്ധിമുട്ട്, നീ ഒരാളെ സഹായിച്ചു കഴിഞ്ഞിട്ട് അവന്റെ ബുദ്ധിമുട്ടിൽ നീ പൂഴ്ത്തി വെക്കാതെ കൂട്ടായ്മ കാണിച്ചെങ്കിൽ നിന്റെ ബുദ്ധിമുട്ട് ദൈവം ആ ഒന്നിന് 10 പേരെ എഴുന്നേൽപ്പിച്ച് തരും നിനക്ക് വേണ്ടിയിട്ട്. അതുപോലെ ഓരോ കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ചും ബാക്കിയത്. ഒരു നേരം ഒരാൾക്ക് വഴി കണ്ടപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം നീ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു കുപ്പി വെള്ളം നീ കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം പ്രതിഫലമുണ്ട്. അപ്പൊ ഇവിടെ പറയാം, സകേൽ ആകിയാൽ എന്റെ പ്രിയ സഹോദരൻ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്ത, നിങ്ങളുടെ പ്രയത്നം കർത്താവ് വ്യർത്ഥമല്ല എന്ന് അറിയുക. കർത്താവിന്റെ വേല എപ്പോഴും വർദ്ധിച്ച് കർത്താവ്, നീ ഒരാൾക്ക് വേണ്ടി ഒരാളുടെ വിഷമം കണ്ട് നീ പ്രാർത്ഥിച്ചപ്പോൾ, ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും നമ്മളിവിടെ ഇപ്പൊ എനിക്ക് ഒരു 2 ആഴ്ചത്തോളമായിട്ട് എന്റെ പുറത്തൊരു എന്തോ ഒന്ന് പിടിച്ചതാ ഗ്യാസ് പോലെ. പക്ഷെ ഇതുവരും പുറമേയൊക്കെ ടീച്ചർ ഇരിക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് ഞാൻ ഇവിടെ കമന്ന് കിടന്നിട്ട് പ്രാർത്ഥിക്കാറുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇരുന്ന് കുറെ നേരം ഇരിക്കാൻ പറ്റുന്നില്ല പുറമേ. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷെ അവിടെ കിടന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നുണ്ട്. ഹാലൂയ. അപ്പൊ കഴിഞ്ഞ ഞാൻ പറഞ്ഞ് പനിയായിട്ട് അനങ്ങാൻ പോയി, ശരി വൈറൽ ഫീവർ പിടിച്ചിട്ടുകൊണ്ട് എണ്ണിക്കാൻ വേദ കിടന്നപ്പോൾ ഹാലൂയ ഒരു സഹോദരി വിളിച്ചിട്ട് പ്രാർത്ഥിച്ചപ്പം അവരൊന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയി ഹോസ്പിറ്റലിൽ നിന്ന്. നമ്മള് അപ്പൊ ആ സമയത്ത് പക്ഷെ എനിക്ക് വയ്യ, എനിക്ക് പനി കേട്ടോ, അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലെന്നല്ല. നമ്മൾ ചെയ്യുന്ന ഒരാൾ നമ്മളെ വിളിക്കുമ്പോൾ ഉപേക്ഷയെ വിചാരിക്കുക, നമ്മൾ അവർക്ക് വേണ്ടി അല്പസമയം സ്പെൻഡ് ചെയ്യുമെങ്കിൽ ദൈവം നമ്മളെയും പിടിവെക്കും. നമ്മുടെ വിഷയങ്ങൾ. അപ്പൊ അതുകൊണ്ട് എല്ലായ്പ്പോഴും നമ്മൾ എന്ത് പറയുന്ന കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വേണം. അപ്പൊ വേല ഒരാളോട് സുവിശേഷം പറയാൻ കിട്ടുന്ന ഒരു അവസരം ഒരാൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കൂട്ടു പോകുന്നതായിരിക്കും നമ്മൾ അതിലൂടെ ദൈവം ചിലപ്പോൾ നമുക്ക് വേണ്ടി വാതിൽ തുറന്നു തരും സുവിശേഷത്തിന്റെ. ചിലപ്പോ ഒന്ന് കൈത്താങ്ങുന്നതായിരിക്കും. അവരുടെ സാമ്പത്തികമായിട്ടായിരിക്കത്തില്ല, ചിലപ്പോ ഒരു മാനസികമായിട്ടൊരു കൈത്താങ്ങൽ കൊടുക്കുന്നത്. ഒരാൾ തളർന്നിരിക്കുമ്പോൾ അവനെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു വാക്ക് പറഞ്ഞൊന്ന് ആശ്വസിപ്പിക്കുമ്പോൾ എത്രയോ ആൾക്കാരെ നമ്മൾ കൗൺസിൽ ചെയ്ത് മെന്റർ ചെയ്യുന്ന പോലെ ഉണ്ടാകും. കാരണം നമ്മളോട് എനിക്ക് കുറെ ചെറുപ്പക്കാർ അങ്ങനെ ഒരു ഏജിലുള്ള ആൾക്കാരെ വിളിക്കുമ്പോൾ നമ്മൾ അവരെ മെന്റർ ചെയ്യുമ്പോൾ അവരുടെയൊക്കെ ലൈഫിൽ ഭയങ്കര ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. ഇത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. ഇതൊരു വേലയാണ്.
അവർക്കൊരു ഗൈഡൻസ് കൊടുക്കാൻ ആളില്ല. ഹാലല്ലേ, ആ ഗൈഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ നാളെ ദൈവരാജ്യത്ത് ശക്തമായ പ്രയോജനപ്പെട്ട കുഞ്ഞുങ്ങളാ. നമ്മൾ അല്പസമയം സ്പെൻഡ് ചെയ്ത് അവരോട് സംസാരിക്കുമ്പോൾ, അവരൊന്ന് ഉറപ്പിക്കുമ്പോൾ, ഹാലല്ലേ, അവരെ കുറിച്ചൊന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അവരെ ദൈവത്തിന് കൊള്ളാവുന്നവരെ മാറുക ചെയ്യുന്നത്. ഹാലലിയ. ഇവിടെയൊക്കെ ഇതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം? വർദ്ധിച്ചു വരണം. ഇത്രയും നാള് ഇത്ര എണ്ണത്തിനോട് പ്രാർത്ഥിച്ച് ഇത്രയും നമ്മുടെ ഗ്രൂപ്പ് തന്നെ ഈ താമസം തുടങ്ങിയ പോലെയുള്ള വ്യക്തി, നമ്മൾ ഇതൊരു എബഡ് ഇന്റർനാഷണൽ പ്രയർ ഫെലോഷിപ്പ്, ഒരു സൂം മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഇങ്ങനെ പ്രാർത്ഥന കൂട്ടായ്മ തുടങ്ങിയ സമയത്ത് തുടങ്ങി സാറാമസം എന്തോരം ആൾക്കാർ ഇതിൽ വന്നു പോയല്ലേ. എത്രയോ ആൾക്കാർക്ക് ഡെലിവറൻസ് നടന്നത്, എത്രയോ ആൾക്കാരുടെ പ്രാർത്ഥന വിഷയം. പക്ഷെ അവരാരും ഇന്ന് നമ്മുടെ ഗ്രൂപ്പിലില്ല. പണ്ട് തുടങ്ങി നിൽക്കുന്ന കൂട്ടത്തിൽ ഇപ്പൊ ജോളി ആന്റിയും സാറാമസും മാത്രമേ ഇതിനകത്തുള്ളൂ, പഴയ ആൾക്കാരെ കൂട്ടത്തിൽ പറയുകയാണെങ്കിൽ. ബാക്കിയുള്ളവരൊന്നും ഇതിലില്ല. പക്ഷേ ഇതില്ലാന്ന് വിചാരിച്ചിട്ട് അന്ന് നമ്മൾ ഇത് നിർത്തിക്കൊണ്ട് പോയിട്ടില്ല. ഇന്ന് നമ്മൾ എന്തുകൊണ്ട് ഇത് കണ്ടിന്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം പറഞ്ഞത് കൊണ്ട് ഇത് കണ്ടിന്യൂ ചെയ്യുന്നത്, ഇത് അവർക്കല്ലെങ്കിൽ ഇപ്പൊ അനേകർക്ക് പ്രയോജനമായി മാറുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒത്തിരി ആൾക്കാർക്ക് ദൈവമേ ഇതൊക്കെ നോക്കി ഒരു ആയിരക്കണക്കിന് ആൾക്കാർ വന്ന് പ്രാർത്ഥിച്ച് വിടുതലോ അവരാരെ പറ്റില്ല. എന്താണ് ഞാനിനി നിർത്തിയേക്കാം എന്നല്ല. ഹല്ലേലൂയ. ആമേ. അവിടെ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആൾക്കാരെ അല്ല. ഇപ്പൊ നിന്റെ മുമ്പിൽ ഒരാളിരിപ്പുണ്ട്, നീ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ്, അവരെ കൂടെ കൂടി പ്രാർത്ഥിക്കുമ്പോഴാണ്, അവര് വർദ്ധിച്ചു വരുമ്പോൾ, അവരുടെ ആത്മീയ ജീവിതത്തിൽ വർധന വരുമ്പോഴാണ്. ഹാലലിയ. ആമേ. എന്താ നമ്മളെ സൽപ്രവൃത്തി വർദ്ധിച്ചു വരുന്നു പറയുന്നത്, നമ്പേഴ്സ് അല്ല. ഹാലലിയ. ഇപ്പം ദൈവം നമ്മളോട് പറയുന്ന എവിടെയാണെങ്കിലും ഒരാളെ ഉള്ളെങ്കിൽ നമ്മൾ വിശ്വസ്തയോടെ അത് ചെയ്യുമ്പോഴാണ്. ബാധ്യതയാണ്. അല്ലെങ്കിൽ അത് വിജയ സിസ്റ്റർ ഒരു പണിയില്ല, എല്ലാ ശനിയാഴ്ച രാവിലെ 3 മണിക്ക് അത് എന്തായാലും കയറിയില്ലെങ്കിൽ ചോദിക്കുക, എന്താ വിജയ സിസ്റ്ററെ വരാഞ്ഞെന്ന് ചോദിക്കുക, എന്നാ ഒന്ന് കയറിയേക്കാം എന്ന് വിചാരിച്ചിട്ടല്ല കയറുന്നത്. ഹല്ലേലൂയ. സാറാമ്മ സിസ്റ്റർ കണ്ടില്ലെങ്കിൽ സാറാമ്മ സിസ്റ്റർ കണ്ടില്ല ഞാനപ്പോൾ വിളിക്കുക. കാരണം വെച്ചാൽ എനിക്ക് ബൈബിൾ വായിക്കും, നമ്മുടെ ബൈബിൾ വായിക്കുന്ന ആന്റി എന്ന് പറയും, എല്ലാവർക്കും പരിചയം സാറാമ്മ സിസ്റ്ററെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് സാറാമ്മ സിസ്റ്റർ വന്നാലും ഒരു സന്തോഷമുള്ളെന്ന് പറഞ്ഞിട്ടല്ല. ഹല്ലേലൂയ. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു കൂട്ടായ്മ കാണിക്കുമ്പോൾ ഇതൊരു സൽപ്രവൃത്തി തന്നെയാണ്. നമ്മളൊരു വാക്ക് പറയാൻ കഴിയുന്നെങ്കിൽ, ഹാലേലിയ, ഒരാളെ ഒന്ന് ചെയ്യാൻ ഒന്ന് പ്രബോധിപ്പിക്കാൻ കഴിയും, ഇതൊക്കെ സൽപ്രവൃത്തി വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഹാലേലിയ, നമ്മൾ വായിച്ച വചനത്തിലേക്ക് തന്നെ മടങ്ങി വരിക. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ള. അപ്പൊ എന്ത് ചെയ്യുമ്പോഴും എന്താ പറയാ, നിങ്ങൾ പൂർണ്ണ തൃപ്തിയോട് ചെയ്യണം. ഒരാൾക്ക് നേരത്തെ ഭക്ഷണം വിളമ്പി കൊടുത്താൽ നിങ്ങൾ പൂർണ്ണ തൃപ്തിയോട് ചെയ്യണം. ഒരാളെ ഒന്ന് സഹായിച്ചു കഴിഞ്ഞാൽ പൂർണ്ണ തൃപ്തിയോട് ചെയ്യണം. ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥന നിങ്ങൾ പൂർണ്ണ തൃപ്തിയോട് ചെയ്യണം. എന്ത് കാര്യം ചെയ്യുമ്പോൾ ഇത് ബാധ്യതയാണല്ലോ എന്നല്ല, പൂർണ്ണ തൃപ്തിയോട്. കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കൽവരി കുരിശിൽ യാഗമായി മാറിയത് ആരും ഫോഴ്സ് ചെയ്തിട്ടല്ല. കർത്താവ് സ്വർഗാദി സ്വർഗം വിട്ട് താഴെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ആരും ഫോഴ്സ് ചെയ്തിട്ടല്ല. കാരണം പൂർണ്ണ തൃപ്തി എന്ത് ചെയ്യുമ്പോഴും പ്രാഗിക്കൊണ്ടല്ല ചെയ്യേണ്ടത്, പിറുപിറുത്തോണ്ടല്ല ചെയ്യേണ്ടത്. പൂർണ്ണ തൃപ്തിയോടെ ചെയ്യണം. അവിടെ പൂർണ്ണ തൃപ്തിയോടെ ഇവിടെ പറയുന്നത് സകല പെരുകി വരും. അപ്പൊ സൽപ്രവർത്തിയിൽ ഒരു ദിവസം കൊണ്ട് ഞാൻ ഇത്രയും നാളെ ആൾക്കാർക്ക് പ്രാർത്ഥിച്ചു, ഇത്രയും നാളെ ദൈവദാസനെ സഹായിച്ചു, ഇത്രയും നാളെ ഞാൻ അത് ചെയ്ത്, ആർക്കും ഒരു നന്ദിയില്ല സിസ്റ്റർ, അതൊന്നും ഞാനങ്ങ് നിർത്തുക. ഇതല്ല. നമ്മൾ സകല സൽപ്രവൃത്തിയിൽ നിനക്ക് പ്രതിഫലം തരുന്നത് മനുഷ്യനല്ല, സ്വർഗത്തിലെ ദൈവമാണെങ്കിൽ ഹാലലൂയ. നീ എന്ത് ചെയ്യണം വെച്ചാൽ സകല സൽപ്രവൃത്തിയിലും പെരുകി വരണം. ഓരോ ദിവസം കഴിയും തോറും നീ വർദ്ധിച്ചു വരണം. നീ ഇന്നലെ 10 മിനിറ്റ് പ്രാർത്ഥിച്ചവളാണെങ്കിൽ ഇന്ന് നീ 12 മിനിറ്റ് 15 മിനിറ്റ് പ്രാർത്ഥിക്കുമ്പോൾ അത് നമ്മുടെ വിഷയം, ഞാനും എൻ്റെ കുടുംബം, ഞാനും എൻ്റെ കുഞ്ഞുങ്ങൾ, ഞാനും എൻ്റെ സഭ അല്ല. ഹാലലിയ. നീ അനേകർക്കാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ബീന സിസ്റ്റർക്ക് പ്രാർത്ഥിച്ചു, ഞാൻ പറയണ്ടേ ഹലയ, നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിക്കാനിരിക്കുന്ന നമ്മുടെ പേഴ്സണൽ പ്രയർ ചില മുഖങ്ങൾ ദൈവം കാണിക്കും. നമുക്ക് പരിചയമുള്ളവരും പണ്ടങ്ങാണ്ട് കണ്ടു മറന്നൊക്കെ ആയിരിക്കും. ചിലപ്പോൾ മുഖം നമ്മുടെ മുമ്പിലേക്ക് ദൈവം കാണിച്ച നീ വെറുതെ മുഖം കണ്ടിട്ട് എഴുന്നേറ്റ് പോകരുത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം അവരുടെ ജീവിതത്തിൽ എന്തോ ഒരു പ്രതിസന്ധിയിൽ അവരായിരിക്കുമ്പോൾ നിന്നെ പ്രാർത്ഥിക്കാൻ ദൈവം ഉണർത്തുന്നത്, അവരുടെ മുഖം നിന്നെ കാണിക്കുന്നത്. അത് പറയോ മിനിസ്റ്റർ ഇന്ന് പ്രാവശ്യപ്പം എനിക്ക് വേറെ ആരുടെ മുഖം കാണിച്ചു തന്നായിരുന്നു പറഞ്ഞത്. ഞാൻ പറയും ഇത് കാണിക്കുമ്പോൾ എന്തിനാ ദൈവം കാണിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു പ്രാർത്ഥനയുടെ ആവശ്യം. നിന്റെ വായിൽ നിന്നൊരു വാക്ക് പുറപ്പെടണം. ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് നിന്റെ വായിൽ നിന്ന് വാക്ക് പുറപ്പെടണമെന്ന് വെച്ചാൽ അതിന്റെ ആവശ്യമില്ലെങ്കിൽ, പക്ഷെ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ആ പൊസിഷനെ അറിയേണ്ടത്. വിജയ സിസ്റ്ററെ ചില ആൾക്കാർക്ക് വേണ്ടി വിജയ സിസ്റ്റർ വായിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വിടുതൽ നടക്കുന്നത്. അതിനാ ദൈവം ഓർമ്മിപ്പിക്കുന്നത്.
മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ വായിൽ ഒരു വാക്കാണ് അവരുടെ ജീവിതത്തിലെ പ്രവൃത്തിയായിട്ട് വെളിപ്പെടുക. അപ്പൊ അതുകൊണ്ട് നമ്മളെ കാണിക്കുമ്പോൾ അവരുടെ എന്തിനാണോ കാണിച്ചത്, എന്തിനെങ്കിലും ആകട്ടെ എന്ന് ചോദിച്ചു പോവുകയല്ല. ഹല്ലേലൂയ. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹല്ലേലൂയ അവിടെ ഇരുന്നിട്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കുമ്പോഴാണ് ഹല്ലേലൂയ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. അല്ലെ? അതുകൊണ്ട് പറഞ്ഞു, നീ എപ്പോഴും പൂർണ്ണ സകല സൽപ്രവൃത്തി പെരുകുമാറും നിങ്ങളെ സകല കൃപയും പെരുക്കം ദൈവം. അപ്പൊ സകല സൽപ്രവൃത്തിയും പെരുക. എനിക്ക് സൽപ്രവൃത്തി ഒന്നും എന്റെ വായ തുറന്നാൽ എനിക്ക് ദേഷ്യം വരുള്ളൂ, അല്ല കോപം വരുള്ളൂ, എനിക്ക് അതേ വരുള്ളൂ എന്നല്ല. പക്ഷെ നീ ഒന്ന് സമർപ്പിച്ചാൽ, നീ ഒന്ന് തയ്യാറായി കഴിഞ്ഞാൽ ഇത് പെരുക്കി കൊണ്ടുവരുന്ന ആരാന്നറിയോ? അതിനുള്ള കൃപ തരുന്ന ആരാ? ദൈവം തരും. ഹല്ലേലൂയ. പണ്ടൊക്കെ ബൈബിൾ എന്ന പുസ്തകം കൈകൊണ്ട് പോലും തൊടാതിരുന്ന ആൾക്കാർ ഇന്നത് മാറും. എന്നല്ല എന്നോട് ആ സഹോദരി പറയുന്നുണ്ട്, എനിക്ക് ഒത്തിരി സങ്കടമൊക്കെ വരുമ്പോൾ ആൻറ്റി ഞാൻ ഈ ബൈബിൾ തുറന്നു വെച്ചുകൊണ്ട് ഹല്ലേലൂയ കരയും, അല്ലെങ്കിൽ അതിനെടുത്ത് ഞാനാണ് ചിലപ്പോൾ ഇങ്ങനെ എടുത്ത് കെട്ടിപ്പിടിക്കും. ഹല്ലേലൂയ. ചില പറയുന്നത് ബൈബിള് ഇത് വിഗ്രഹമല്ല, ഇത് ബൈബിൾ പുസ്തകമാണ്, ഇത് അങ്ങനെ കാണാവുള്ളൂ, ഇതിനെ ആരും. പക്ഷെ ഞാൻ സങ്കടമൊക്കെ ഞാൻ ഇങ്ങനെ മറോട് ചേർത്ത് പിടിക്കാറുണ്ട് കേട്ടോ. അപ്പം അത് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ഈ ബൈബിൾ രണ്ട് ഉമ്മയൊക്കെ കൊടുക്കും, കാരണം സന്തോഷം. അല്ലല്ലേ? കാരണം അപ്പൊ ഓരോരുത്തരും പണ്ട് നമ്മുടെ വിജയൻ പാസ്റ്റർ പറഞ്ഞിട്ട് തലയിൽ ചുവന്നുകൊണ്ട് നടക്കുന്ന ആൾക്കാർ പറഞ്ഞു, ഞാനിത് ചുവന്നുകൊണ്ട് നടക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ഏതോ ഉപദേശിയെ കുറിച്ച് ഹാലല്ലേ അമേരിക്കയിലും കണ്ട് എന്നിട്ട് ബൈബിളും തലയിൽ വെച്ച് നടന്നിട്ട് ഞാനിത് ചുവന്നുകൊണ്ട് എന്നെ ദൈവം കൊണ്ടു, അതുകൊണ്ട് ഞാൻ തലേന്ന് അങ്ങനെ പറയുന്ന പലരും ഉണ്ട്. ഇത് വിഗ്രഹമായിട്ടല്ല. ഹാലലിയ അവരുടെ ജീവിതത്തിൽ ഹാലലിയ അവരെ കണ്ണു തുറപ്പിച്ച പുസ്തകമായത്. ഹല്ലേലൂയ. അപ്പൊ അതിനെ അത് എടുത്ത് സ്നേഹിക്കുന്നതോ കൈ പിടിച്ചോ. ഞാൻ ഇവിടെ പറഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടെന്ന് പറയുന്നത് കേട്ടുമ്പോ ഞാൻ ബൈബിൾ ദൈവത്തിന്റെ വചനം എന്നോട് ഇടപെട്ട സമയം തുടങ്ങി ഞാൻ ഏത് രാജ്യത്ത് പോയാലും ഈ ബൈബിള് തന്നെ ഞാൻ കൊണ്ടുപോകുന്നു. എന്റെ ബാഗിൽ എപ്പോഴും എന്റെ അമ്മ എപ്പോഴും നീ എന്തിനാ ഇത് എപ്പോഴും ചുവന്ന നടക്കുന്നതെന്ന് പറയും. എനിക്ക് ഈ ഷോൾഡർ ബാഗൊക്കെ തൂക്കി നടക്കുമ്പോൾ ഇത് ചുവന്ന നടന്നിട്ടാന്ന് ഞാൻ ഇത് ചുവന്നുള്ള വേദന ഞാനൊക്കെ സഹിച്ചെന്ന് പറയും. കാരണം വെച്ച് കഴിഞ്ഞാല് ഇത് ചുമക്കുന്നവരും വേദനിക്കുകയല്ല ചെയ്യുന്നത്, എനിക്കറിയാം. ഹല്ലേലൂയ. അന്ന് തുടങ്ങിയിട്ട് എപ്പോ പോയാലും ഹല്ലേലൂയ. അപ്പൊ ഒരു ദിവസം ട്രിവാൻഡ്രം എയർപോർട്ടിൽ അങ്ങോട്ട് പോയി എന്റെ ലഗേജ് ഒക്കെ ഇച്ചിരി കൂടുതലായപ്പോൾ അല്ലെങ്കിൽ ഒരാൾ രണ്ട് സാധനം എടുത്ത് ഹാൻഡ് ബാഗിലൊക്കെ ഇട്ടു. അപ്പൊ ഞാൻ അത് എടുത്തിട്ടപ്പം ബൈബിളിലെ എക്സ്ട്രാ ഞാൻ അടുത്ത് കൈ പിടിച്ചോണ്ട് എയർപോർട്ടിൽ നടക്കുക. അപ്പം ഒരു വിശ്വാസിയിൽ പെങ്കൊച്ചാണ്, ഞാൻ അവിടെ ആന്റി കണ്ടപ്പോ ആന്റി കയ്യിൽ ബൈബിളൊക്കെ പിടിച്ച് നടക്കുന്നു എയർപോർട്ടിൽ. കവറൊന്നും ഇല്ല, ബൈബിളും തന്നെ സത്യവേദ പുസ്തകം. അപ്പൊ ഞാൻ പറയും, അതിന് നാണിക്കുന്ന എന്തിനാ? ഇത് ഞാൻ ചുമക്കുന്നത് ഹാലേലിയ. അപ്പൊ ഇവിടുത്തെ വേറൊന്നുമല്ല, ഞാൻ ചുമക്കുന്നത് നമ്മുടെ ദൈവത്തിന്റെ വചനം. അപ്പൊ അത് കൈ പിടിച്ച് നടക്കുന്നത് നമ്മൾ അഭിമാനമല്ല. എന്തിനാ പിന്നെ നാണക്കേട് വരെ വിചാരിക്കേണ്ട കാര്യം എന്താ? ഏത് രാജ്യത്തോളം നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്ന തന്നെ ആ ഒരു ബോധം നമ്മുടെ ഉള്ളിൽ വരണം. നമ്മൾ സകല സൽപ്രവൃത്തിയിലും പെരുകി വരണം. ഹാലല് ഏത് രാജ്യത്തെല്ലാം ഉണ്ടാകട്ടെ. ഞാൻ മറ്റു രാജ്യങ്ങളിലൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന്, പക്ഷെ എപ്പോഴും എന്റെ ബാഗിനകത്ത് ബൈബിൾ ഉണ്ടാവും. ആരും എന്നിട്ട് എന്നോട് ചോദിച്ചിട്ടില്ല, നീ എന്തിനാ ഇത് കൊണ്ട് നടക്കുന്നത്, എന്താണെന്ന് ചോദിച്ചിട്ടില്ല. ഞാൻ എപ്പോൾ എവിടെ പോകുമ്പോഴും അല്ലല്ലേ ഇത് അത് നമുക്ക് എന്താ പറയാ, നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം തരുന്ന ഓരോ കാര്യം, അതല്ല ആരും വിഗ്രഹ ആരാധന മറ്റുമല്ല, ഒന്നുമല്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ സകല സൽപ്രവൃത്തികൾ പെരുകി വരണം. അതിനുള്ള കൃപ ദൈവത്തിന്. അപ്പൊ അതൊരു നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുമ്പോഴും അതിലെ പ്രൊവിഷൻ എവിടെ നിന്നാണ് വരുന്നത് അറിയാം? ദൈവമക്കളുടെ ജീവിതത്തിലെ പ്രൊവിഷൻ എല്ലാം വരുന്നത് ഈ ഭൂമിയിൽ നിന്നല്ല. നീ തെക്കോട്ടും വടക്കോട്ടും അല്ല ഒരു കാര്യത്തിൽ നോക്കേണ്ടേ, നീ ഉയരത്തിലേക്ക് നോക്കിയാൽ മതി. ഹാലലിയ നിനക്ക് വേണ്ടുന്നതെല്ലാം അവിടെ നിന്ന് വരും. അപ്പോൾ ഹാലേലിയ ഈ നവംബർ മാസം 1-ാം തീയതി രാവിലെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഹാലേലിയ ഫസ്റ്റ് ഡേ ആണിത്. ഹാലേ നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ വരുന്ന ഒരു ഡിവൈൻ പ്രൊവിഷൻ. ഹാലേലിയ നിങ്ങൾ എപ്പോഴും ആ ഡിവൈൻ പ്രൊവിഷന് വേണ്ടി നോക്കാവുള്ളൂ. ഹാലേലിയ കൂട്ടുകാർ സഹായിക്കുമെന്ന് വിചാരിക്കല്ലേ, ബന്ധുക്കളെ സഹായിക്കുമെന്ന് വിചാരിക്കല്ലേ, നിന്റെ ജഡരക്തങ്ങൾ ആയിരിക്കുന്നവർ സഹായിക്കുന്ന വിചാരിക്കല്ലേ. നിനക്ക് സഹായം എവിടെ നിന്ന്? നിന്റെ ആകാശ ഭൂമി യഹോവയെങ്കിൽ വരുന്നെങ്കിൽ നിനക്കെപ്പോഴും ഡിവൈൻ പ്രൊവിഷന് വേണ്ടിയിട്ട് നീ നിൽക്കാൻ പാടുള്ളൂ. എന്നെ അവരെ സഹായിക്കും, ഇവരെ സഹായിക്കും. കണ്ടവരും കാണാത്തവരൊക്കെ ആ വഴി ഈ വഴിയൊക്കെ പോകുമ്പോഴും നിന്നെ കാണുന്ന ദൈവമുണ്ട്, നിന്നെ അറിയുന്ന ദൈവമുണ്ട്. ഞാൻ എപ്പോഴും പറയും, നമ്മളൊരു ഒരു ശ്വാസം ഒന്ന് വലിച്ചു വിട്ടാൽ പോലെ ഒരു ദീർഘനിശ്വാസം വന്ന് അത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ അറിയുന്ന ഒരുവൻ നമുക്കുണ്ട്. നമ്മൾ ആരും അനാഥരല്ലെന്നേ. അപ്പനും അമ്മയും നിങ്ങൾ ഉപേക്ഷിച്ചോ, വിഷമിക്കേണ്ട. സ്വന്തക്കാരും ബന്ധുക്കളും ഉപേക്ഷിച്ചു, സഹോദരങ്ങൾ നിങ്ങൾ. ഞാൻ ഇന്നലെ കൂടെ പറഞ്ഞു, എന്റെ സഹോദരങ്ങളൊന്നും എന്നെ വിളിക്കുക, അന്വേഷിക്കുകയോ ഒരു മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ഇല്ലാതിരിക്കുമ്പോഴും എനിക്ക് ദൈവം അനേക സഹോദരങ്ങളെ തന്നിട്ടുണ്ട്. ദൈവത്തിന്റെ വാക്തത്വം അങ്ങനെയാണ്. നിനക്ക് എന്റെ നാമത്തിൽ നീ അപ്പനെയോ അമ്മയോ നിന്റെ സഹോദരങ്ങൾ നിന്നെ വിട്ടുമാറിയാൽ ഞാൻ നിനക്ക് ഇരട്ടിയായി തരും. ഇരട്ടിയായാലും 10 ഇരട്ടിയായി തന്നിട്ടുണ്ട്.
എത്രയോ ആൾക്കാരാണ് നമ്മളെ വിളിക്കുന്നത്, നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത്, അല്ലെ നമ്മുടെ ഇല്ലായ്മ കൂട്ടായ്മ കാണിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. ദൈവത്തിന്റെ വാക്തത്വങ്ങളെല്ലാം അങ്ങനെ തന്നെ, അതൊരിക്കലും മാറിപ്പോകത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഹാലേലിയ മറ്റൊന്നിലേക്ക് നിങ്ങൾ ഫോക്കസ്ഡ് ആകല്ലേ. ഹലെ നിങ്ങളുടെ പ്രൊവിഷൻ ഹാലേലിയ അത് സ്വർഗത്തിൽ നിന്ന് തന്നെ വരണം. ഹാലെ പത്രോസ് പറഞ്ഞ പോലെ, കർത്താവേ ഹാലേലിയ നീ എന്നെ രക്ഷിക്കണമേ. എന്താ പത്രോസിന് വെള്ളത്തിൽ വീണപ്പോ അല്ലെ മുങ്ങിപ്പോയപ്പോ താന്നു പോയപ്പോൾ നീന്താനും മുങ്ങാനും അറിയുന്നവനാ. ഹാലേലി മുക്കുവനാണ്. ഹാലെ കടലിന്റെ ആഴങ്ങൾ അറിയുന്നവനാ. തന്നെത്താനെ രക്ഷപ്പെടായിരുന്നു. പക്ഷെ അവിടെ കിടന്നവർ വിളിച്ചു, നീ പറഞ്ഞിട്ടില്ല ഞാൻ ഇറങ്ങി, അതുകൊണ്ട് എന്നെ നിന്നെ പിടിച്ചെടുത്ത് എഴുന്നേൽപ്പിച്ചു. അല്ല നീ തന്നെ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് രക്ഷിക്കണമേ എന്ന് വിളിച്ച്. ഹാലേ കാരണം അതുപോലെ നമ്മളെ വിളിച്ചിറക്കിയ ദൈവമാണെങ്കിൽ, ഹാലേ നമ്മളെ ആക്കി വെച്ച ദൈവമാണെങ്കിൽ, നമ്മുടെ ഈ അവസ്ഥ ദൈവം അറിയാത്തതല്ലെങ്കിൽ, ഹാലേലിയ നമ്മുടെ സഹായം നമ്മുടെ പ്രൊവിഷൻ ഹാലേ സ്വർഗത്തിൽ നിന്ന് തന്നെ വരണം. അതിനുവേണ്ടി നമ്മൾ ഹാലേ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ മുഖത്തേക്ക് മാത്രം നിൽക്കുക. നമ്മൾ ഓരോ കാര്യത്തിലും ഹാലേലിയ സകലത്തിൽ നിങ്ങൾ വർദ്ധിച്ചു വരണം. നിങ്ങൾ ഹാലേ എത്ര ഇല്ലായ്മയിൽ ഉള്ളവരാക്കണം ഞാൻ പറയാം, കൊടുക്കുന്നത് നിങ്ങൾ വർദ്ധിച്ചു നോക്ക്. പ്രാർത്ഥിക്ക് നിങ്ങൾ വർദ്ധിച്ചു നോക്കട്ടെ. ഹാലേലിയ നിങ്ങൾ ഒരാളൊരു സുവിശേഷം പറയുന്നു, വർദ്ധിച്ചു വാ. ഹാലേലിയ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ വർഷം 2025 കുറിച്ച് ദൈവം പറഞ്ഞ ഹാലേലിയ എന്താ പറഞ്ഞ, ഇയർ ഓഫ് ഇൻക്രീസ് എന്നാ പറഞ്ഞത് അല്ലേ? ഇയർ ഓഫ് ഇൻക്രീസ് ആണെങ്കിൽ ഹാലേലിയ അവസാന കാല സമയത്തേക്ക് എത്തിയപ്പോൾ ദൈവം വീണ്ടും നമ്മളോട് അല്ലെ ഡിവൈൻ പ്രൊവിഷനെ കുറിച്ചും ഹാലേലിയ സകലത്തിലും വർദ്ധിച്ചു വരണമെന്ന് ദൈവം പറയുമ്പോൾ അല്ലെ ഒരു വർധനവും വെളിപ്പെടാത്ത പലരും ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഹാലേലിയ അവരുടെയൊക്കെ ജീവിതത്തിൽ വർധന വരണമെങ്കിൽ ഹാലേലിയ നമ്മൾ വർദ്ധിച്ചു വരണമെന്ന് നമ്മുടെ മൈൻഡിൽ അതിലേക്ക് നമ്മുടെ ജീവിതത്തിൽ ഹാലേലിയ അത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു വർധന ഉണ്ടാകുമ്പോൾ സ്വർഗത്തിലെ ദൈവം ആർക്കും കടക്കാരനല്ലാത്തതുകൊണ്ട് ആ വർധനവ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. ഹാലേലിയ പല കാര്യങ്ങൾക്കും നിങ്ങൾ ഡിവൈൻ പ്രൊവിഷൻ നിങ്ങൾ കാണും. ഞാൻ എൻ്റെ ലൈഫിൽ ഇന്നും ഇവരെ കണ്ടുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ മാസം ഒക്ടോബർ 31 വരെ എൻ്റെ ആവശ്യങ്ങളെല്ലാം ഡിവൈൻ പ്രൊവിഷനാണ് വെളിപ്പെട്ടതെങ്കിൽ ഹാലേലൂയ എല്ലാ കാര്യത്തിലും കൊടുക്കാനൊന്നും ഞാൻ ഒട്ടും അമാന്തിച്ചിട്ടില്ല. ഹാലേലിയ ഞാൻ കൊടുക്കുന്നുണ്ട്. ഹാലേലിയ എവിടെന്തെങ്കിലും എന്ത് കാര്യം എന്ന് പറഞ്ഞാലും നമുക്ക് കൊടുക്കാൻ മനസ്സ് അതുകൊണ്ട് കൊടുക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് അതിശയം തോന്നുന്ന രീതിയിൽ ഹാലേലിയ ഇന്നത്തെ പലരും നമ്മളെ സഹായിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ചെറിയൊരു ഇതായിരിക്കും, പക്ഷെ നമ്മൾ കൊടുക്കുമ്പോൾ ഇവക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടോ എന്ന് തോന്നുന്ന രീതിയിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട്. ദൈവം അത് സഹായിക്കുന്നുണ്ട്. ഹാലേലിയ നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹമാണ്. ഹാലേലിയ അപ്പൊ ഞാൻ പറയാം ചെയ്യുന്നത് ഇല്ല വലം കൈ ചെയ്യുന്ന ഇടം കൈ അറിയാൻ പാടില്ല. പക്ഷെ എന്നാലും ഞാനൊരു സാക്ഷ്യം പോലെ പറയാം, നമ്മുടെ കുഞ്ഞിന് പലരും അയച്ചു തന്നിട്ടായിരിക്കും നമ്മുടെ കുഞ്ഞിന്റെ ഫീസ് അടയ്ക്കുന്നെങ്കിൽ മറ്റൊരു കുഞ്ഞിനെ സ്പോൺസർ ചെയ്ത് പഠിപ്പിക്കാനും കൂടെ ദൈവം നമ്മളെ സഹായിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഹാലേലിയ നമുക്ക് ദൈവം തരുന്ന പ്രൊവിഷൻ. അല്ലെങ്കിൽ ദൈവം അങ്ങനെയാണ്. നമുക്ക് ഇങ്ങനെ തന്നിട്ട് വേണം നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നെങ്കിൽ മറ്റൊരാൾക്ക് കൂടെ കൊടുക്കാനായിട്ടല്ല, മറ്റൊരാവശ്യം കൊടുക്കാൻ, മറ്റൊരിടത്തെ കൂട്ടായ്മ കാണിക്കാനായിട്ട് ദൈവം നമുക്ക് കൃപ നൽകുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹങ്ങളെ അറിയുന്ന ദൈവമാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും എല്ലായിടത്തും സകല സൽപ്രവൃത്തി ഈ ദിവസങ്ങളിൽ നിങ്ങൾ വർദ്ധിച്ചു വരണം. കാരണം അതിനുവേണ്ടി നിങ്ങൾ ആരോടും ചോദിക്കേണ്ട. അത് ചെയ്യാൻ തരാനായിട്ട് സ്വർഗത്തിൽ ദൈവം റെഡിയാണ്. നിങ്ങളൊന്ന് സമർപ്പിച്ചാൽ മാത്രം മതി, നിങ്ങളൊന്ന് തയ്യാറായാൽ മാത്രം മതി. നിങ്ങൾ യേശു ലോർഡ് ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ ഞാനിതാ സമർപ്പിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നിങ്ങൾക്ക് ധാരാളമായി, ലോഭമായിട്ടല്ല ധാരാളമായി എന്താ നിങ്ങൾ ആഗ്രഹിക്കുന്ന എനിക്ക് പോകണം, എനിക്ക് സുവിശേഷം പറഞ്ഞേ, എനിക്ക് 10 പേരെ നേടണം, 10 ആത്മാക്കളെ എനിക്ക് നേടണം, നിങ്ങൾ ആഗ്രഹിച്ചു നോക്കിക്കേ. ഹാലല്യ എനിക്ക് ഇത്രയും നാളായിട്ട് ഇത്ര വർഷമായിട്ട് ഞാൻ ചിലപ്പോഴൊന്ന് കൗണ്ട് എടുക്കും, എത്ര വർഷം രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് വിശ്വാസം എത്ര പേര് ഞാൻ മുഖാന്തരം രക്ഷയിലേക്ക് വന്നിട്ടുണ്ട്, എത്ര പേരെ ഞാൻ പിന്മാറ്റം തിരിച്ചുകൊണ്ട് ഞാൻ ഇതൊക്കെ കൗണ്ട് എടുക്കും. എനിക്കൊരു ലജ്ജ തോന്നാറുണ്ട്. ഹാലല്യ കാരണം വെച്ചാൽ ആയിരങ്ങളെയും 10,000 ലക്ഷങ്ങളെയും കോടികളെയും നേടിയവർ നമ്മുടെ മുമ്പിൽ നിൽപ്പുണ്ട്. ഒറ്റ പ്രസംഗത്തിൽ 40 പേര് രക്ഷിക്കപ്പെട്ട ദൈവദാസന്മാരോട് സമയം സ്പെൻഡ് ചെയ്ത് സംസാരിക്കും ചെയ്തപ്പോൾ എന്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് ഹാലയില് കർത്താവെ അവരുടെ ഒറ്റ പ്രസംഗത്തിൽ ഹാലയിലിയ ഒരു 2 ദിവസത്തെ കൺവെൻഷനിൽ ഒരു ശുശ്രൂഷ അവിടെ ചെന്നപ്പോൾ അതും നമ്മള് വിചാരിക്കാത്ത രാജ്യത്ത് നിന്ന് 40 പാകിസ്ഥാനിൽ നിന്ന് ഹാലയില് ഒരു ഹാലലിയ മീറ്റിങ്ങിന് പോയിട്ട് ദേവദാസൻ 40,000 ആൾക്കാരെ നേടിയതാണ്. ഹാലലിയ അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ഒരു എന്താ പറയാ ചോര തിളക്കെന്നൊക്കെ പറയുന്നതൊക്കെ വരും. പക്ഷേ ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു ഇതാണ്. അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കണം, വരയിൽ മീൻ കോരുന്നത് പോലെ ആത്മാക്കൾ നേടാനായിട്ട് ഇതൊക്കെ നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞു നമ്മൾ ഇതിലൊക്കെ വർദ്ധിച്ചു വരുന്ന ദൈവം നമ്മളെ നമ്മുടെ ആഗ്രഹം ഉണ്ടെങ്കിൽ, നമുക്കൊരു സമർപ്പണം ഉണ്ടെങ്കിൽ ദൈവം ചെയ്യിക്കാൻ വിശ്വസ്തനായ ദൈവമാണ്. അതെല്ലാം ദൈവത്തിൽ നിന്ന് വരുന്നത്. സകല സൽപ്രവർത്തനങ്ങൾ ഈ ദിവസങ്ങളിൽ വർദ്ധിച്ചു വരട്ടെ. അതിന് വേണ്ടുന്ന പ്രൊവിഷൻ എവിടെ നിന്ന് വരുന്നത് വെച്ചാൽ സകല കൃപയും തരുവാൻ നമ്മുടെ ദൈവശക്തന. അപ്പൊ ഡിവൈൻ പ്രൊവിഷൻ നിങ്ങൾക്ക് ലഭിക്കും. അതിനായി ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.